നെഹമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ദ ബുക്ക് ഓഫ് നെഹമ്യ ചാപ്റ്റർ 3 വേഴ്സസ് 6 to 12. നെഹമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. പഴയ നിയമത്തിൽ പേജ് നമ്പർ 484. സ്തോത്രം. കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞേ. യെസ്, ഹല്ലേലൂയ. നെഹമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ശബ്ദമുയർത്തി വായിക്കാമോ? എല്ലാവരും ശബ്ദമുയർത്തി ശക്തിയോടെ വായിച്ചേ. പഴയ വാതിൽ പാസേഹയുടെ മകനായ യോയാദയും ബസിയോദ്യാവിൻ്റെ മകനായ മെശുല്യാമും അറ്റകുറ്റം തീർത്തു. അവർ അതിൻ്റെ പടികൾ വെച്ച് കതകും ഓടാമ്പലും അന്താഴവും ഇണക്കി. അവരുടെ അപ്പുറം ഗിബയോന്യനായ മെലത്യാവും മെരോന്യനായ യോർദാവും ഗിബയോന്യരും മിസ്പായരും നദിക്കിക്കരയുള്ള ദേശാധിപതിയുടെ ന്യായാസന സ്ഥലം വരെ അറ്റകുറ്റം തീർത്തു. അതിനപ്പുറം തട്ടാന്മാരിൽ ഹർഹവ്യനായ മകനായ ഒസിയേൽ അറ്റകുറ്റം തീർത്തു. അവൻ്റെ അപ്പുറം തൈലക്കാരിൽ ഒരുവനായ ഹനന്യാവ് അറ്റകുറ്റം തീർത്തു. വീതിയുള്ള മതിൽ വരെ യെരൂശലേമിനെ ഉറപ്പിച്ചു. അവരുടെ അപ്പുറം യെരൂശലേം ദേശത്തിൻ്റെ പാതിക്ക് പ്രഭുവായ ഹൂരിൻ്റെ മകൻ രഫയാവ് അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം ഹരൂമഫിൻ്റെ മകൻ യദയാവ് തൻ്റെ വീടിന് നേരെയുള്ള ഭാഗം അറ്റകുറ്റം തീർത്തു. അവൻ്റെ അപ്പുറം ഹസിയാബിൻ്റെ മകൻ ഹശൂത്ത് അറ്റകുറ്റം തീർത്തു. മറ്റൊരു ഭാഗവും ചൂളകുട ഗോപുരവും ഹാമീരിൻ്റെ മകൻ മൽക്കിയാവും പഹത് മോവാബിൻ്റെ മകൻ ഹശൂബും അറ്റകുറ്റം തീർത്തു. അവൻ്റെ അപ്പുറം യെരൂശലേം ദേശത്തിൻ്റെ മറ്റേ പാതിക്ക് പ്രഭുവായ ഹല്ലോഹേസിൻ്റെ മകൻ ശൽമൂമും അവൻ്റെ പുത്രിമാരും അറ്റകുറ്റം തീർത്തു. ഒത്തിരി പേരുകളുണ്ടല്ലേ, കേട്ടോ? ആമേൻ പറഞ്ഞേ. 6-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരികെ. 3-ാം അധ്യായം 6-ാം വാക്യം. പഴയ വാതിൽ പാസേഹയുടെ മകനായ, അതെ, അതാണ് നാം കേൾക്കുന്നത്. യെരൂശലേം പട്ടണത്തിൻ്റെ ചുറ്റുമുണ്ടായിരുന്നതായ ആ മതിലുള്ള 3-ാമത്തെ വാതിലിൻ്റെ പേരാണ് പഴയ വാതിൽ, ഓൾഡ് ഗേറ്റ്. ഇന്ന് പകൽ നാം കേൾക്കുന്നതായ ദൂതിൻ്റെ തലക്കെട്ട് ഇതാണ്, പഴയ വാതിൽ. ശക്തിയോടെ ശബ്ദമുയർത്തി പറഞ്ഞ എന്താണ് പഴയ വാതിൽ? വേദപുസ്തകം പറയുന്നു, സ്തോത്രം, ഒരു പട്ടണമാണോ അതിന് ചുറ്റും ഒരു മതിൽ ഉണ്ടായിരിക്കണം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 25-ാം അധ്യായം 28-ാം വാക്യം വായിക്കുമ്പോൾ, സദൃശവാക്യം 25-ന്റെ 28 വായിക്കുമ്പോൾ, സ്തോത്രം, ആത്മസംയമനം ഇല്ലാത്ത പുരുഷൻ മതിൽ ഇല്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെ ആകുന്നു. ആത്മസംയമനം മനസ്സിലാക്കുന്നുണ്ടോ? ആത്മസംയമനം ഇല്ലാത്ത പുരുഷൻ മതിൽ ഇല്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. വേദപുസ്തകം, സ്തോത്രം, പുരുഷൻ എന്ന് പറഞ്ഞാലും സ്തോത്രം, മുഖം വീർപ്പിച്ചിരിക്കുന്ന സ്ത്രീകൾക്കും കൂടെ അത് ഉൾപ്പെട്ടിരിക്കുന്നതായ വാക്യമാണ്, കേട്ടോ? ആമേൻ പറഞ്ഞാട്ട്. ആത്മസംയമനം ഇല്ലാത്ത പുരുഷൻ മതിൽ ഇല്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. അർത്ഥം, ഒരു വ്യക്തിക്ക് ചുറ്റും ഒരു മതിലുണ്ട്, ഒരു വീടിന് ചുറ്റും ഒരു മതിലുണ്ട്. അതിലുപരി പ്രത്യേകിച്ച് ഈ ആഴ്ച നമുക്ക് ശക്തമായി പറയേണ്ടതായിട്ടുണ്ട്, ഈ രാജ്യത്തിന് ചുറ്റും ഒരു മതിലുണ്ട്, ഈ രാജ്യത്തിന് ചുറ്റും ഒരു ബൗണ്ടറി ഉണ്ട്. ഇൻ ജീസസ് നെയിം, ഹല്ലേലൂയ. സ്തോത്രം. 2600 വർഷങ്ങൾക്ക് മുമ്പ് യെരൂശലേമിന് ചുറ്റുമുള്ളതായ മതിൽ പൊളിയപ്പെട്ടതായ സമയത്ത് നെഹമ്യാവ് എന്നു പേരുള്ളതായ ഒരു ഉദ്യോഗസ്ഥനെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്ത് അതിനു ചുറ്റുമുള്ളതായ മതിൽ പണിവാൻ വേണ്ടി ദൈവം തന്നെ നിയോഗിക്കുകയുണ്ടായി. ഏതോ പുരോഹിതനെയല്ല, ഏതോ രാജകുടുംബത്തിൽപ്പെട്ടതായ ഒരു അംഗത്തെയല്ല ദൈവം തിരഞ്ഞെടുത്തത്. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഉദ്ധാരണം അയക്കുന്നത് പ്രതീക്ഷിക്കുന്ന വ്യക്തികളിലൂടെയോ പ്രതീക്ഷിക്കുന്ന വഴികളിലൂടെയോ ആയിരിക്കണമെന്നില്ല. ദൈവത്തിൻ്റെ പദ്ധതികൾ പലപ്പോഴും, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തുന്നത്, ദൈവം കൊണ്ടുവരുന്നത് പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയാണ്, പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലൂടെയാണ്. പക്ഷേ ആരിലൂടെ വന്നാലും ഏത് വഴിയിലൂടെ വന്നാലും ദൈവത്തിൻ്റെ പ്രവൃത്തി നിശ്ചയമായി നടന്നിരിക്കുക തന്നെ ചെയ്യും.
തിരുവചനം പറയുന്നു, സ്തോത്രം, അങ്ങനെ അതേ ഒരു ഗവർണറായ, അതേ പ്രഭുവായ ഗവർണറായ, സ്തോത്രം, രാജാവ് നിയമിച്ചതായ ആ നെഹമ്യാവിലൂടെ ദൈവമായ കർത്താവ് തൻ്റെ പ്രവൃത്തിയെ, സ്തോത്രം, അവിടെ ചെയ്ത് അവിടെ ഇതാ പഴയ വാതിൽ, സ്തോത്രം, പണിതുയർത്തിയുണ്ടായി. എല്ലാവരും പറഞ്ഞാട്ടെ, ശക്തിയോടെ പഴയ വാതിൽ. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ദൈവം പഴമകളുടെ ദൈവമാണോ? നോ. സ്തോത്രം, ദൈവം പുതുമകളുടെയും ദൈവമാണ്. ദൈവം ഇന്നലത്തെ ദൈവമാണ്, ഇന്നത്തെ ദൈവമാണ്. പറഞ്ഞേ, ദൈവം നാളത്തെയും ദൈവമാണ്. എബ്രായലേഖനം 13-ാം അധ്യായം 8-ാം വാക്യം എല്ലാവർക്കും അറിയാവുന്ന വാക്യം, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അതേ, ദൈവം ഇന്നലത്തെ ദൈവമാണ്, ദൈവം ഇന്നിൻ്റെ ദൈവമാണ്, നമ്മൾ കണ്ടിട്ടില്ലാത്ത നാളെയുടെയും ദൈവമാണ്. സ്തോത്രം, നാളെ നമ്മൾ എത്തിയിട്ടില്ല, പക്ഷെ ഓൾറെഡി അത് ഇമ്മാനുവൽ അവിടെ ഇറങ്ങിക്കഴിഞ്ഞു. നാളെ ഏത് തീ നിങ്ങൾക്കെതിരെ വന്നാലും, ഏത് പെരുവെള്ളം നിങ്ങൾക്കെതിരെ വന്നാലും, ഡോൺ വറി, നമ്മളവിടെ എത്തുന്നതിന് മുൻപേ കർത്താവ് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ദിവസം ഒരു ദൈവത്തിൻ്റെ ദാസൻ തൻ്റെ ഗ്രാൻഡ് ചൈൽഡിന്, തൻ്റെ കൊച്ചുമകൾക്ക് കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഏത് കഥ? ശദ്രക മേശക് അബേദ്നെഗോവിൻ്റെ കഥ. ശദ്രക മേശക് അബേദ്നെഗോവിൻ്റെ കഥ പറഞ്ഞപ്പോൾ ആ അപ്പച്ചന് പ്രകാരം പറഞ്ഞു, ശദ്രക മേശക് അബേദ്നെഗോ ആ തീയിൽ നിന്ന് പുറത്തു വന്നു. ആ കുസരിക്കാരി 6 വയസ്സുകാരി ഇപ്രകാരം പറഞ്ഞു, കർത്താപ്പച്ചൻ പുറത്തു വന്നില്ലല്ലോ, ആ ശദ്രക മേശകം അബേദ്നെഗോ അല്ലേ പുറത്തു വന്നുള്ളൂ. ആ ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞു, യേശു കർത്താവ് പുറത്തു വന്നില്ല. കാര്യം എന്താണെന്നറിയോ? ഇനി ആരെയും തീയിൽ വീഴുന്നെങ്കിൽ അവരെ രക്ഷിപ്പാനായി കർത്താവ് ഇപ്പോഴേ അവിടെ ഇറങ്ങി നിൽക്കുകയാണ്. ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ നാളെയെ ഇപ്പോഴേ കർത്താവ് ഇറങ്ങി നിൽക്കുന്നു. അവൻ ഇന്നലെ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു, ഇന്ന് നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളുടെ സ്തോത്രം അടുത്ത നാളുകളിൽ, അടുത്ത മാസങ്ങളിൽ, വർഷങ്ങളിൽ, സ്തോത്രം, ദൈവമായ കർത്താവ് കൂടെയുണ്ട്. അവൻ പഴമകളുടെ ദൈവമാണ്, അവൻ ഇന്നിൻ്റെ ദൈവമാണ്, നാളെ വെളിപ്പെടുവാൻ പോകുന്ന പുതുമകളുടെയും ദൈവമാണ്. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ പഴമകളെയും പുതുമകളെയും കുറിച്ച്, സ്തോത്രം, അതേ പ്രസിദ്ധമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് യെശയ്യാവ് പറയുകയുണ്ടായി. ദൈവമായ കർത്താവ് പ്രവചിച്ച് പറയുകയുണ്ടായി, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം നിങ്ങൾക്കായി പുതിയോന്ന് ചെയ്യുന്നു. പണ്ടുള്ളവയെ ഓർക്കേണ്ട, മുമ്പുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ദൈവം നിങ്ങൾക്ക് പുതിയോന്ന് ചെയ്യുന്നു. പക്ഷെ ഇന്ന് പലപ്പോഴും ദൈവത്തെ സ്തുതിപ്പാൻ, ഇന്ന് ദൈവത്തെ ആരാധിപ്പാൻ പല ദൈവമക്കളുടെ ഹൃദയത്തെയും പ്രേരിപ്പിക്കുന്നത്, പലരുടെ മനസ്സിനെ ഒരുക്കുന്നത് ഇന്നലകളിൽ ദൈവം ചെയ്തതായ നന്മകളാണ്. ശരിയല്ലയോ? ശരിയല്ലയോ? ആഹാരമില്ലാതിരുന്നു, ദൈവം നിങ്ങൾക്ക് അത്ഭുതകരമായി കരുതി. പാർപ്പിടമില്ലായിരുന്നു, ബന്ധങ്ങളില്ലായിരുന്നു, നന്മകളില്ലായിരുന്നു, ജോലിയില്ലായിരുന്നു, വെല്ലുവിളികളായിരുന്നു, പ്രശ്നങ്ങളായിരുന്നു, നരകം മുഴുവൻ നിങ്ങൾക്ക് നേരെ പാളയമിറങ്ങി. നിങ്ങൾ പോലും വിചാരിച്ചില്ല നിങ്ങൾ നിലനിൽക്കുമെന്ന്. നിങ്ങൾ വിചാരിച്ചത് ജീവിതത്തിൽ തീർക്കപ്പെട്ടു. പക്ഷേ സ്തോത്രം, ഹല്ലേലൂയ, വായു തുറന്ന ശത്രുവിൻ്റെ വായിൽ നിന്നും, അവൻ്റെ ബലമുള്ള കരങ്ങളിൽ നിന്നും ദൈവമായ കർത്താവ് നിങ്ങളെ വലിച്ചെടുത്ത് സുസ്ഥിരമായ പാറയിൽ ദൈവം നിങ്ങളെ നിർത്തി, ദൈവം നിങ്ങളെ കൊണ്ടുവന്നു. അപ്പോൾ സ്തോത്രം, ഒരു വർഷിപ്പ് ലീഡർ ഇല്ലെങ്കിലും ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ പറ്റും. ഒരു പാട്ടുകാരൻ പാടിയില്ലെങ്കിലും നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റും. ഒരു ദൈവദാസൻ വചനം പറഞ്ഞില്ലെങ്കിലും നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. സ്തോത്രം, ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മാത്രം മതി. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, നിന്നെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും തിരിഞ്ഞു നോക്കണമെന്ന്. അർത്ഥം, ഏത് സ്ഥാനത്ത് നിന്നാണ് നിങ്ങൾ കടന്നു വന്നത്? ഒരർഹതയുമില്ല. ഇന്ന് ഇരിക്കുന്ന ലെവലിൽ ഇരിപ്പാൻ പറയുന്ന എനിക്കാകട്ടെ, കേൾക്കുന്ന നിങ്ങൾക്കാകട്ടെ, ഒരർഹതയുമില്ല. ഒരർഹതയുമില്ല. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമ്മെ വിടുവിച്ചു. ഹേയ് കമോൺ, ആരും മിണ്ടുന്നില്ലല്ലോ. നന്ദിയുണ്ടോ? അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവമായ കർത്താവ് നമ്മെ പരിപാലിച്ചു. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവമായ കർത്താവ് നമ്മെ കൈപിടിച്ച് ഇത്രത്തോളം ദൈവകൃപകൾ കൊണ്ടുവന്നു. നിങ്ങളെ കുഴിച്ചെടുത്തതായ കനിഗർഭത്തിലേക്കും വെട്ടിയെടുത്ത പാറയിലേക്കും തിരിഞ്ഞു നോക്കുക. തിരിഞ്ഞു നോക്കുക എന്ന് പറയുമ്പോൾ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, പാസ്റ്റിലേക്ക്, ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് നന്മയ്ക്കായി മാത്രം നമുക്ക് തിരിഞ്ഞു നോക്കാം. സെയിം ടൈം ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ, തിന്മയ്ക്കായി ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. സ്തോത്രം, ഇന്നലകളിൽ സംഭവിച്ച തകർച്ചകൾ, ഇന്നലകളിൽ സംഭവിച്ചതായ പ്രശ്നങ്ങൾ, നോ 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 നോ, അതിലേക്ക് തിരിഞ്ഞു നോക്കല്ല. പൊട്ടക്കിണറ്റിലേക്കും അടിമച്ചന്തയിലേക്കും പൊത്തിഫേറയുടെ ഭാര്യയിലേക്കും ആ കിടന്നതായ ജയിലിലേക്കും യോസഫെ നീ തിരിഞ്ഞു നോക്കാറുണ്ടോ? നോ. യോസഫ് പറയും, നോ, ഞാൻ ഇന്നലത്തെ കാര്യാദികളിലേക്ക്, തിന്മകളിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, പ്രധാനമന്ത്രിയായ യോസഫിനെ നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നെങ്കിൽ കൊട്ടാരത്തിൽ പ്രധാനമന്ത്രി കസേരയിലിരിക്കുന്ന യോസഫിനോട് ചോദിക്കുക, യോസഫെ നീ പണ്ട് കിടന്ന
ആ കിണർ കാണാൻ വേണ്ടി പോയിട്ടുണ്ടോ? അടിമച്ചന്തയിലൂടെ നീ പാസ് ചെയ്തിട്ടുണ്ടോ? വീണ്ടും ഒരിക്കൽ കൂടെ കയറി ഇറങ്ങിയോ? നീ പൊത്തിഫേറയുടെ ഭാര്യയെ കണ്ടിട്ട് ഹായ് ആൻറ്റി എന്ന് നീ എപ്പോഴെങ്കിലും സ്തോത്രം അതേ അവളോട് സംസാരിച്ചിട്ടുണ്ടോ? പഴയ ജയില് ഇപ്പോഴും അവിടെ ഉണ്ടോ എന്ന് നീ പോയി നോക്കിയിട്ടുണ്ടോ? അവൻ പറയും നോ, ഞാൻ പിന്നെ അത് വഴിക്ക് പോയതേയില്ല. ഞാൻ ഇന്നലകളിലുള്ളതായ തിന്മകളുടെ വഴിയിലൂടെ ഞാൻ യാത്ര ചെയ്തതേയില്ല. യാത്ര ചെയ്തല്ല. നിങ്ങൾ ചോദിക്കും അതെങ്ങനെ പറവാൻ കഴിയും? 41:51 സ്തോത്രം, ഉൽപ്പത്തി പുസ്തകം 41:51 അവൻ പറയും, അവൻ 2 പിള്ളേരുണ്ടായി. അതിലൊരുവൻ്റെ പേരാണ് മനശ്ശെ. എൻ്റെ സങ്കടകാലം മുഴുവൻ ഞാൻ മറന്നു, എൻ്റെ സങ്കടകാലം മുഴുവൻ ഞാൻ മറന്നു, എൻ്റെ കഷ്ടകാലം മുഴുവൻ ഞാൻ മറന്നു. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. അർത്ഥം ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവം ആ ഫയലിനെ അടച്ചതാണ്. ദൈവം ഇന്നലകളിൽ അടച്ചതായ ഫയലിനെ വീണ്ടും ചെന്ന് സ്തോത്രം നീ തുറന്നു നോക്കല്ലേ. ദൈവം ഇന്നലകളിൽ അടക്കിയതിനെ വീണ്ടും നീ കുഴിച്ചു നോക്കല്ലേ. സോ ഇന്നലത്തെ കഷ്ടം, ഇന്നലത്തെ നിലവിളി, ഇന്നലത്തെ ഭാരങ്ങൾ, ഇന്നലത്തെ കണ്ണുനീർ, ഇറ്റ് ഹാസ് ഗോൺ 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 ഫോർ എവർ. അതുകൊണ്ട് ഇന്നലകളിലേക്ക് ആവശ്യമില്ലാതെ തിരിഞ്ഞു നോക്കല്ലേ. ഇന്നലത്തെ ദുഃഖിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന നാറ്റ കേസുകളിലേക്ക് തിരിഞ്ഞു നോക്കല്ലേ. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, ഇന്നലെ കണ്ടതായ ഇന്നലെ അനുഭവിച്ചതായ ദുഃഖങ്ങൾ പ്രശ്നങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കല്. കാര്യമെന്ത്? സ്തോത്രം, നാളെ നിനക്ക് സർവശക്തൻ ഒരുക്കാൻ വേണ്ടി പോകുന്നത് ഇന്നലത്തെക്കാൾ ഒത്തിരി നന്മകളായിരിക്കും. ദൈവം പ്രോമിസ് ചെയ്യുന്നത്, ദൈവം വാഗ്ദത്തം ചെയ്യുന്നത്, സ്തോത്രം, അത് ഇന്നലത്തെക്കാൾ ഒത്തിരി വലിയ നന്മകളാണ് നാളെ ദൈവം നിനക്കായി നൽകുന്നത്. വിശ്വസിക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ നന്ദി പറഞ്ഞാട്ടെ. സെയിം ടൈം നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നു എങ്കിൽ സ്തോത്രം, അതെ, ദൈവത്തെ സ്തുതിപ്പാനായി ഏത് അവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ കൊണ്ടുവന്നു എന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ ആരാധിപ്പാനായി മാത്രം തിരിഞ്ഞു നോക്കിയാട്ടെ. സ്തോത്രം, അതെ, ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കല്ല. അതുകൊണ്ടാണ് അതെ ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കിയത് കൊണ്ടാണ് അവൾ സ്റ്റാച്യു ആയി പോയത്. ഞാൻ പറഞ്ഞ പാളയത്തിൻ്റെ അപ്പുറത്തെ സ്റ്റാച്യു അല്ല. സ്തോത്രം, അവൾ പ്രതിമയായി പോയത്, അവൾ സ്റ്റക്കായി പോയത് ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് കൊണ്ടാണ്. ആവശ്യമില്ലാതെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് കൊണ്ട് പലരും സ്പിരിച്വലി സ്റ്റാച്യു ആയി പോയി. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാം, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കും സംഭവങ്ങളിലേക്കും സ്തോത്രം തിരിഞ്ഞു നോക്കുന്നത് കൊണ്ട് നിങ്ങൾ സ്റ്റാച്യു ആയി പോകുന്നു. എന്നാൽ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് കുളമായി കെട്ടിക്കിടക്കുന്നതല്ല, അത് മുന്നോട്ട് കുതിക്കുന്നതാണ്, അത് ഒഴുകുന്നതാണ്. ഒരു പെരുവെള്ളം, നിറഞ്ഞ് കവിയുന്ന ഒരു നദി പോലെ, ഒരിക്കൽ കൂടെ നിറഞ്ഞ് കവിയുന്ന ഒരു നദി പോലെ മുന്നോട്ട് ഒഴുകുന്നതാണ് ആത്മീയ ജീവിതം. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, നമ്മൾ മുന്നേറേണ്ടവരാണ്. പറഞ്ഞാട്ടെ, നമ്മൾ മുന്നേറേണ്ടവരാണ്. നമ്മൾ സ്റ്റക്കായി നിൽക്കേണ്ടവരല്ല. സ്റ്റാഗ്നേഷൻ നിനക്കുള്ളതല്ല. സ്തോത്രം, നമ്മൾ മുന്നോട്ട് പോകേണ്ടവരാണ്. ജീവിതം മുന്നോട്ട് പോകാനുള്ളതാണ്. ഒരിക്കൽ കൂടെ ആരും മിണ്ടുന്നില്ല. ജീവിതം മുന്നോട്ട് പോകേണ്ടതാണ്. അതുകൊണ്ട് പഴമകളെ എറിഞ്ഞു കളഞ്ഞാടെ, പഴയത് വേണ്ട. സ്തോത്രം, തിന്മകളുടെ പഴയത് വേണ്ട. ബാലൻസ് ചെയ്യാൻ ഞാൻ പറയട്ടെ, നിങ്ങളെ വീണ്ടും സ്റ്റക്കാക്കുന്ന തിന്മകളുടെ പഴമ നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളെ നിശ്ചല അവസ്ഥയിലാക്കുന്ന, നിങ്ങളെ സ്തംഭിപ്പിക്കുന്ന, നിങ്ങളുടെ പ്രാർത്ഥനയെ തടയുന്ന, നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തെ സ്തോത്രം അതെ ഡിസ്റ്റർബ് ചെയ്യുന്ന, നിങ്ങളുടെ ആത്മീയ ശുശ്രൂഷകളെ സ്തോത്രം വെല്ലുവിളിയായി വരുവാൻ സാധ്യതയുള്ള തിന്മകളിലേക്ക് നോക്കല്ലേ. സെയിം ടൈം ക്രിസ്ത്യൻ ട്രഡീഷനിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ആവർത്തിക്കേണ്ടതായ ചില നന്മകളുണ്ട്. സ്തോത്രം, അതെ, ആവർത്തിക്കേണ്ടതായ ചില നന്മകളുണ്ട്. ഞാനത് പറയാം. കാരണം നമ്മൾ പൊളിക്കുന്നവരല്ല, പകരം നമ്മൾ പണിയുന്നവരാണ്. ഈ സീരീസ് നമ്മൾ കേൾക്കുന്നത്, ഈ സീരീസിൽ കേൾക്കുന്ന പണിയുന്ന ഒരു നെഹമ്യാവിനെ കുറിച്ചാണ്. പണിയുന്ന ഒരു നെഹമ്യാവ്. ജീവിതം സ്തോത്രം പൊളിയുന്നതല്ല, ജീവിതം പണിയേണ്ടതാണ്. ഒരിക്കൽ കൂടെ, ലൈഫ് ജീവിതം പൊളിയുന്നതല്ല, പകരം ജീവിതം പണിയുന്നതാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ വിളിച്ചത് മറ്റുള്ള മുൻപിൽ നിങ്ങളെ പൊളിച്ചിട്ട് വൃത്തികേടാക്കാനല്ല, പരസ്യകോലമാക്കാനല്ല, പകരം ഇൻ ജീസസ് നെയിം പകയ്ക്കുന്നവൻ്റെ വായ മിണ്ടാതാക്കി ദൈവത്തിൻ്റെ കൃപയാൽ പണിയുവാനായി കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നു. സ്തോത്രം. നെഹമ്യ ഒറ്റക്കല്ല പണിതത്. 100 കണക്കിന് വ്യക്തികളുടെ പേരുകൾ നിങ്ങൾക്ക് ആ പുസ്തകത്തിൽ കാണുവാൻ ഗുണം കഴിയും. പ്രധാനമായി ഇത്രയും കഷ്ടപ്പെട്ട അത്രയും വാക്യങ്ങൾ, അത്രയും പേരുകൾ നമ്മൾ വായിച്ചത്, തിരുവചനം പറയുന്നു, പഴയ വാതിൽ പണിവാൻ സ്തോത്രം ഏറ്റവും കുറച്ചത് 3 കൂട്ടരെ ദൈവമായ കർത്താവ് പ്രയോജനപ്പെടുത്തുകയുണ്ടായി. പണിവാൻ തക്കൊണ്ട് നമ്മൾ വായിച്ചത് ആ വാക്യത്തിൽ പഴയ നന്മകളെ നിലനിർത്തുവാൻ 3 കൂട്ടരെ ദൈവം പ്രയോജനപ്പെടുത്തുകയുണ്ടായി. എൻ്റെ അപ്പൻ അനുഗ്രഹിക്കപ്പെട്ടിരുന്നു എന്ന് വിശ്വസിക്കുന്നവർ, നിങ്ങളുടെ പിതാവ് അനുഗ്രഹിക്കപ്പെട്ട
അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ കരങ്ങളെ ഉയർത്തിയാട്ടെ. നിങ്ങളുടെ പിതാവ് അനുഗ്രഹിക്കപ്പെട്ടു, നിങ്ങളുടെ മാതാവ് അനുഗ്രഹിക്കപ്പെട്ടെന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ട്രഡീഷനിൽ നിന്ന്, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന്, അനുഗ്രഹിക്കപ്പെട്ട ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് നിങ്ങൾ ഇറങ്ങി വന്നതെന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. സഹോദരി സഹോദരന്മാരെ, എന്തെങ്കിലും നിങ്ങളുടെ പൂർവികരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ, എന്തെങ്കിലും നിങ്ങളുടെ പൂർവികരിൽ അനുഗ്രഹമായി നിന്നെങ്കിൽ, അത് പ്രാർത്ഥനയാകട്ടെ, അത് വിശ്വാസമാകട്ടെ, ദൈവവേലയാകട്ടെ, സ്തോത്രം, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാകട്ടെ, പ്രോപ്പർട്ടീസ്, ഏക്കർ കണക്കിന് സ്ഥലങ്ങളായിരിക്കാം, നല്ലൊരു എസ്റ്റേറ്റ് ആയിരിക്കാം, നല്ലൊരു വരുമാനമായിരിക്കാം, നല്ലൊരു ബിസിനസ് ആയിരിക്കാം. അത് അപ്പൻ പോകുന്നതോടെ, പൂർവികർ പോകുന്നതോടെ അത് അണയുന്നത് ആകല്ല, പകരം അത് അടുത്ത തലമുറയിലും ജ്വലിക്കട്ടെ, അടുത്ത തലമുറയിലും ജ്വലിക്കട്ടെ. ഇതെൻ്റെ ആഗ്രഹമല്ല ഞാൻ പറഞ്ഞത്, അത് ദൈവത്തിൻ്റെ മെത്തേഡാണ്. സമാഗമന കൂടാരത്തിൽ നിങ്ങൾ പോകുമ്പോൾ വിശുദ്ധ സ്ഥലത്ത് ഒരു കതിരവിളക്ക് നിരന്തരം കത്തുന്നു, കൂടെ കേൾക്കുന്നതാണ്, നിരന്തരം കത്തുന്നു. നിരന്തരം എന്ന് പറഞ്ഞാൽ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ, തലമുറയായി അത് ജ്വലിക്കുന്നു. അർത്ഥം, നിങ്ങൾ ചുമക്കുന്ന അനുഗ്രഹം നിങ്ങളുടെ അപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളിൽ ജ്വലിക്കണം, നിങ്ങളിലുള്ളത് നിങ്ങളുടെ മക്കൾക്കുണ്ടാകണം, അവിടെ കൊച്ചുമക്കളുണ്ടാകണം. അനുഗ്രഹം എന്ന് പറയുന്നത് ചില സീസൺ ഉള്ളതല്ല. അനുഗ്രഹം എന്ന് പറയുന്നത് തലമുറയായി അതെ, അത് കൈകാര്യം ചെയ്യപ്പെടേണ്ടതാത്രേ. യേശുവിൻ്റെ നാമത്തിൽ ഈ മദേഴ്സ് ഡേക്ക് ഞാൻ നിങ്ങളെ നോക്കി ദൈവത്തിൻ്റെ പറയാൽ തലമുറയായി കൈകാര്യം ചെയ്യേണ്ടതായ ദൈവിക അനുഗ്രഹങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, വിളിച്ചു പറയുന്നു. സ്തോത്രം. തിമോത്തിയോസിനെ നോക്കി പൗലോസ് ഇപ്രകാരം പറയുകയുണ്ടായി, അതേ, നിന്റെ വലിയ മച്ച ലോവേസിലുണ്ടായിരുന്ന വിശ്വാസം, നിന്റെ അമ്മ യൂനിക്കയിലുണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ ഇതാ നിന്നിലുമുണ്ടെന്ന്, സ്തോത്രം, ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നോക്ക്, 3 തലമുറയെക്കുറിച്ച് പൗലോസ് പറയുകയാണ്. തിമോത്തിയോസ്, നിന്റെ വലിയ അമ്മച്ചി, 2, സ്തോത്രം, നിന്റെ അമ്മ, ഇപ്പോൾ ഇതാ നീ. ഇൻ ജീസസ് നെയിം. തലമുറയായി അനുഗ്രഹം കെട്ടുപോകുന്ന കുടുംബങ്ങളായിട്ടല്ല, ഒരിക്കൽ കൂടെ, തലമുറയായി ആത്മീയമാകട്ടെ, ഭൗതികമാകട്ടെ, ധനമാകട്ടെ, ആരോഗ്യമാകട്ടെ, അതിലുപരി ആത്മീയ ശുശ്രൂഷകളാകട്ടെ, അതൊരിക്കലും കെട്ടുപോകുന്നതല്ല, പകരം ഇൻ ജീസസ് നെയിം തലമുറകൾ കഴിയുമ്പോൾ മെഴുകുതിരികളായി ആരംഭിക്കുന്നതെല്ലാം കാട്ടുതീ പോലെ പടരുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. വായിച്ചതാ വേദഭാഗത്ത് നെഹെമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ പഴയ വാതിൽ പണിതതായ 3 കൂട്ടരെ കുറിച്ച്, അല്ലെങ്കിൽ 3 കാര്യാദികളെ കുറിച്ച് സ്തോത്രം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകട്ടെ. ലോങ് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമതായി, പഴയ വാതിൽ, പഴയ അനുഗ്രഹങ്ങൾ നിലനിൽപ്പാൻ 3 ക്വാളിറ്റികൾ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. നെഹെമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ തട്ടാൻ എന്ന മലയാള ബൈബിൾ എഴുതിയിരിക്കുന്നു. അതിനപ്പുറം തട്ടാന്മാരിൽ പറഞ്ഞാട്ടെ, ആരാണ് തട്ടാന്മാർ? തട്ടാൻ എന്ന് പറഞ്ഞാൽ ഗോൾഡ് സ്മിത്ത്. സ്തോത്രം, ഗോൾഡ് സ്മിത്ത്, അല്ലാതെ മറ്റേ തട്ടിക്കളയുന്ന തട്ടാൻ, നോ, അതല്ല. ഗോൾഡ് സ്മിത്ത്, സ്തോത്രം, സ്വർണം പണിയുന്നവർ, തലമുറയായി ദൈവത്തിൻ്റെ കൃപയാൽ അനുഗ്രഹം നിൽക്കുന്നവർ, സ്വർണത്തിൽ പണിയുന്നവർ. നിങ്ങൾ കേട്ടോ, സ്വർണത്തിൽ പണിയുന്നത്. ഞാനത് വായിക്കുന്നതായ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മ നൽകിയത് മെഴുകിൻ്റെ പണിയല്ല, പകരം സ്വർണത്തിൻ്റെ പണി. ഓ കമാൻ, ഹല്ലേലൂയ. സ്തോത്രം. തലമുറയായി ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾ ചുമക്കുന്നത് നിങ്ങളൊരു മെഴുക് ക്രിസ്ത്യാനി ആയിരിക്കുമ്പോഴല്ല, പകരം നിങ്ങൾ ഉറച്ച ഒരു സ്വർണം പോലെ ആയിരിക്കുമ്പോൾ. സ്വർണം എന്നതിൻ്റെ പ്രത്യേകത എന്താണ്? സ്വർണ്ണത്തെ പോറാൻ കഴിയും. ഏത് തീയെയും തോൽപ്പിപ്പാൻ കഴിവുള്ളവനാണ് സ്വർണം. ഏത് തീയെയും തോൽപ്പിപ്പാൻ കഴിവുള്ളതാണ് സ്വർണം. ഹല്ലേലൂയ. ഇന്നലകൾ തീയിലൂടെ വന്ന ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇന്നലത്തെ തീയിൽ നിന്ന് പുറത്തു വന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്നലകളിൽ ആളി കത്തിയതായ, പലരെ തകർത്തതായ പല തീ നിനക്ക് നേരെ കടന്നു വന്നപ്പോ ഹല്ലേലൂയ, അതിൽ നിന്ന് പുറത്തിറങ്ങി എന്നനുഭവിക്കുന്ന ആരോ എന്നെ കേൾക്കുന്നുണ്ട്. ഞാനിങ്ങനെ പറയട്ടെ, ദൈവത്തിൻ്റെ സഭയിൽ, ദൈവത്തിൻ്റെ രാജ്യത്തിൽ തിളങ്ങുന്ന നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ മനസ്സിലാക്കണം, അവൻ വന്നത് ഏതോ സെമിനാർ കഴിഞ്ഞിട്ടല്ല, ഏതോ സെമിനാരികളിൽ നിന്നല്ല, പകരം അവന് ഈ തിളക്കം ലഭിച്ചത് ഏതോ കൺവെൻഷനല്ല, ക്രൂസൈഡിനല്ല, ജീവിതത്തിൽ കടന്നു വന്നതായ അതേ തീയാണ് അവൻ ഇത്രത്തോളം ജ്വലിപ്പിച്ച് നിർത്തിയത്.
അതേ പ്രിയ സഹോദരങ്ങളെ, സ്തോത്രം. അതേ, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ കൃപയാൽ, ഹല്ലേലൂയ, സ്തോത്രം, തിളങ്ങാനായി വിളിച്ചിരിക്കുന്നു. തലമുറ തലമുറയായ തിളക്കമുണ്ടാകട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 23-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇയ്യോബ് പറയുകയാണ്, അവൻ എന്നെ ശോധന ചെയ്താൽ ഞാൻ ഒരു പൊന്നിനെ പോലെ പുറത്തു വരും. അവൻ എന്നെ ശോധന ചെയ്താൽ, അർത്ഥം ഞാനൊരു തീയിലൂടെ കടന്നുപോയാൽ ഞാൻ കറുത്തു പോകും എന്നല്ല പറയുന്നത്. കേൾക്കണമേ, സ്തോത്രം. ചെമ്പിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ചെമ്പും സ്തോത്രം സ്വർണവും അതേ ഒരേപോലെയാണ്. ഒരിക്കൽ കൂടെ, ചെമ്പും സ്തോത്രം സ്വർണവും ഒരേപോലെയാണ്. രണ്ട് കണ്ടാൽ ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്നറിയത്തില്ല. സ്തോത്രം. ചർച്ചിൽ വരുമ്പോൾ എല്ലാവരും വിശ്വാസികളാണ്, എല്ലാവരും പാടുന്നുണ്ട്. പക്ഷേ സ്തോത്രം, അതെ, സ്വർണമാണെങ്കിൽ അത് തിളങ്ങുന്നതായിരിക്കും. തീയിലൂടെ കടന്നു വന്നാൽ തീക്ക് ശേഷം സ്വർണമാണോ അത് തിളങ്ങുന്നതായിരിക്കും. എന്നാൽ ചെമ്പാണോ അത് തീയിലൂടെ കടന്നു വന്നാൽ അത് കറുത്തു പോകും. ഓ കമാൻ, തീക്ക് ശേഷം ചെമ്പ് കറുത്തു പോകും, സ്വർണമാണെങ്കിൽ തിളങ്ങ്. അടുത്തിരിക്കുന്നവരെ മുഖത്തൊന്ന് നോക്കി ഒന്ന് ചിരിച്ച് എന്നിട്ട് ചോദിക്കും, ചെമ്പാണോ സ്വർണമാണോ? പറ. എന്തോ പറഞ്ഞു? സ്വർണമാണ് എങ്കിൽ ഇൻ ജീസസ് നെയിം, ഏതെങ്കിലും ശോധനകൾ കഴിഞ്ഞാൽ നീ കറുത്തല്ല ഇരിക്കുന്നത്, ഇൻ ജീസസ് നെയിം നീ തിളക്കത്തോടെ ആയിരിക്കും. ഹല്ലേലൂയ. കൈയടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങൾ അടിച്ചേ. സകല ശോധനകളെ സകല ശോധനകളെ ജയിക്കുന്നതായ സ്വർണത്തിന് മാത്രമേ, ശോധനകളെ ജയിക്കുന്നവന് മാത്രമേ ഈ പൂർവികരുടെ പഴയ അനുഗ്രഹം നിങ്ങൾക്ക് ചുമക്കാൻ കഴിയത്തുള്ളൂ. എൻ്റെ അപ്പൻ്റെ അനുഗ്രഹം, അമ്മയുടെ അനുഗ്രഹം, എൻ്റെ വലിയപ്പച്ചന്മാരുടെ അനുഗ്രഹം, സ്തോത്രം, അവിടെ ശുശ്രൂഷകൾ, അവർ ചുമന്നതായ അഭിഷേകം എനിക്കും ചുമക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ, പിതാക്കന്മാരുടെ അനുഗ്രഹം എനിക്ക് വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു കാരണവശാലും ചെമ്പായി കറുക്കാനായി ചർച്ചിൽ വരല്. പകരം ദൈവകൃപയാൽ തിളങ്ങാനായി ഏത് ശോധനകളെയും വേദനകളെ ജയിക്കുന്നവരായി, ഏത് കണ്ണുനീരുകളെ ജയിക്കുന്നവരായി തിളങ്ങാനായി ജീവിച്ചാട്ടെ. എന്തിന് ജീവിക്കുന്നു? കറുക്കാനല്ല ജീവിക്കുന്നത്. സ്തോത്രം. മെഴുക് പോലെ തകരാനല്ല ജീവിക്കുന്നത്, പകരം ഞാൻ തിളങ്ങാനായി ജീവിക്കുന്നു. ഹല്ലേലൂയ. നമ്പർ 2, രണ്ടാമത് അതേ വാക്യത്തിൽ തന്നെ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ നിങ്ങൾക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്, അവിടെ സ്തോത്രം തട്ടാന്മാർ മാത്രമല്ല, അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് 2-ാം സെന്റൻസ്, അടുത്ത സെന്റൻസ്, അവൻ്റെ അപ്പുറം തൈലക്കാരിൽ ഒരുവനായ ഹനന്യാവിനൊരു ജോലിയുണ്ട്. അവനൊരു തൈലക്കാരനാണ്. സ്തോത്രം. പെർഫ്യൂം മേക്കറാണ്. സ്തോത്രം. പഴയ വാതിൽ പണിത ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പഴയ അനുഗ്രഹങ്ങൾ, പഴയ ശുശ്രൂഷകൾ, പഴയ അഭിഷേകം ഒക്കെ ചുമക്കുന്നത്. ഒന്ന്, സ്തോത്രം, അതേ, സ്വർണം പോലെ ശോധനകളെ ജയിക്കുന്നവനാണ്. 2, സ്തോത്രം, നാറ്റക്കേസല്ല, പകരം തൈലക്കാരനാണ്, പെർഫ്യൂം മേക്കറാണ്. സ്തോത്രം. തൈലക്കാരൻ. സ്തോത്രം. രണ്ടാമതായി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് സുഗന്ധമായി സൂക്ഷിച്ചാട്ടെ. ആരെങ്കിലും നിങ്ങളെ അടുക്കലേക്ക് വന്നാൽ ആ സുഗന്ധം അവർ അനുഭവിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ കയറി വരുമ്പോൾ ദുർഗന്ധങ്ങളിൽ നിന്ന് വരുന്നവർ പോലും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറയട്ടെ, ഇവിടെ ഈ വീടിന് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം യേശു കർത്താവ് അവൻ സുഗന്ധത്തിൻ്റെ ദൈവമാണ്. അതേ, സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തു അവൻ സുഗന്ധത്തിൻ്റെ ദൈവം. സ്തോത്രം. അതേ, ഉത്തമഗീതം 1-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ, ഉത്തമഗീതം 1:3 നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാടുന്നതാണ്, പകർന്ന തൈലം പോലെയാണ് യേശുവിൻ്റെ നാമം ഇരിക്കുന്നത്. ഒരിക്കൽ കൂടെ, പകർന്ന തൈലം പോലെ. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ മണമാണ്, കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ മണമാണ്. യേശു എവിടെയാണ് ഒരു വീട്ടിൽ വരുന്നത്, അവിടെ മാറ്റമല്ല വരുന്നത്, അവിടെ ആരെയും കൊണ്ടുവന്ന് ആ വെൺകൽ ഭരണി ഉടയ്ക്കുന്നത് നിമിത്തം അവിടെ മണമാണ്. ആരാധിക്കുന്ന വീട്ടിൽ മണമാണെന്നേ. ആരാധിക്കുന്ന വീട്ടിൽ അലബാസ്റ്റർ ബോട്ടിൽ വെൺകൽ ഭരണി ഉടച്ചത് നിമിത്തം അവിടെ മണമാണ്. നിങ്ങൾ അറിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. ഞാനൊരു പെർഫ്യൂം അടിച്ചിട്ട് വന്നാൽ 1 സെക്കൻഡ് കഴിക്കുമ്പോൾ അതിൻ്റെ മണം എനിക്ക് മനസ്സിലാകത്തില്ല, പക്ഷെ ഞാൻ പോകുന്നിടത്ത് മറ്റുള്ളവർക്ക് മനസ്സിലാകും. നിങ്ങളൊരു പെർഫ്യൂം അടിച്ചിട്ട് വന്നാൽ അതിൻ്റെ മണം നിങ്ങൾക്കറിയത്തില്ല, പക്ഷെ നിങ്ങളുടെ അടുക്കൽ വരുന്നവർക്ക് സ്തോത്രം നിങ്ങളുടെ മണം അറിയാം. ഹല്ലേലൂയ. ചില കസ്തൂരിമാൻ ഇന്ന് പകൽ എൻ്റെ ചുറ്റും വന്നിട്ടുണ്ട്. കസ്തൂരിമാൻ
കസ്തൂരിമാൻ. ഓ, കസ്തൂരിമാന്റെ പ്രത്യേകത എന്താണ്? കസ്തൂരിയുടെ മണം അത് തേടി നടക്കുകയാണ്. എടാ കസ്തൂരിമാനെ, ചുറ്റും നോക്കാതടാ, നിന്നിലേക്ക് നോക്ക്. നിന്റെ ഉള്ളിലൊരു അഭിഷേകത്തെ, ഒരു കൃപയെ, ഒരു അനുഗ്രഹത്തെ ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ ചുമക്കുന്ന. അതുകൊണ്ട് ഈ തലമുറയിൽ വന്നേ നമുക്ക് നർമ്മണം ചുമക്കാം. ഹല്ലേലൂയ. തൈലക്കാരനാണ്. സ്തോത്രം. രണ്ടാമത് പഴയ അനുഗ്രഹം, പഴയ വാതിൽ അതെ പണിതത്. നാറ്റക്കേസല്ല നിങ്ങൾ ചുമക്കേണ്ടത്. കാക്കയെ കണ്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. മലബാറിൻ്റെ അല്ല, ഈ ചുറ്റുപാടുള്ള കാക്കയെ കണ്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. യെസ്, കാക്ക അഴുക്ക് കൊത്തിയാണ് നടക്കുന്നത്. അഴുക്ക് കൊത്തിക്കൊണ്ടാണ് നടക്കുന്നത്. നോ 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 നോ, നീ ഒരു കാക്കയായി ജീവിക്കല്ലേ, പകരം വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു പ്രാവായി ജീവിച്ചാട്ടെ. നീ വായി തുറന്നാൽ, നീ ഫോണിൽ സംസാരിച്ചാൽ അതേ നാറ്റ കേസുകളല്ല നീ പറയേണ്ടത്. അവർക്കിത് നടന്നു, മറ്റവനിത് സംഭവിച്ചു, യവനിങ്ങനെ വീണു. നോ, നീ ലൂസിഫറിന്റെ ബ്ലൂ ഡാർട്ട് അല്ല, നീ ലൂസിഫറിന്റെ ഫെഡെക്സ് അല്ല, നീ നാറ്റമല്ല പ്രചരിപ്പിക്കേണ്ടത്. പകരം സ്തോത്രം കർത്താവിന്റെ സുഗന്ധം പ്രചരിപ്പിച്ചാട്ടെ. അങ്ങനെയെങ്കിൽ പഴയ അനുഗ്രഹം നിനക്കായിരിക്കും. ശോധനകൾ ജയിക്കുന്നവർ, നറുമണം ചുമക്കുന്നവര്. സ്തോത്രം. 3-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരുവന്റെ പേരിനെ കുറിച്ച് തിരുവചനം പറയുന്നു. 3-ാം അധ്യായം 9-ാം വാക്യം. അവിടെ അപ്പുറം യെരൂശലേം ദേശത്തിന്റെ പാതിക്ക് പ്രഭുവായ ഹൂരിന്റെ മകൻ രഫായാവ്. ഇംഗ്ലീഷ് ബൈബിളിൽ നിങ്ങൾ വായിക്കുമ്പോൾ റഫായ. സ്തോത്രം. അതെ, രഫയാവ്. രഫയാവിന്റെ പ്രത്യേകത എന്താണ്? രഫയാവിന്റെ പ്രത്യേകത, രഫയാവിന്റെ പേര് ഉണ്ടായിട്ടുള്ളത് റാഫ എന്ന പേരിൽ നിന്നാണ്. റാഫയുടെ വേറൊരു പതിപ്പാണ് രഫയാവ്. അർത്ഥം സ്തോത്രം യഹോവ റാഫ. ദൈവത്തിന്റെ പ്രധാനപ്പെട്ട പേരുകൾ ഒന്നാണ് യഹോവ റാഫ. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, യഹോവ റാഫ. ഒരിക്കൽ കൂടെ പറഞ്ഞ എൻ്റെ അർത്ഥം എന്താണ്? യഹോവ റാഫ, ദൈവം എൻ്റെ സൗഖ്യദായകൻ. എവിടെ എഴുതിയിരിക്കുന്നു? പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26. അതറിയാമായിരുന്നെങ്കിൽ നമ്മൾ പ്രസംഗിക്കത്തില്ലായിരുന്നു. പുറപ്പാട് 15:26, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ. 3-ാമത് പഴയ അനുഗ്രഹങ്ങൾ, പൂർവികരെ അനുഗ്രഹങ്ങൾ ചുമക്കുവാൻ നിങ്ങളൊരു രഫയാവായിരിക്കണം. അർത്ഥം സ്തോത്രം, നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായിരിക്കണം, നിങ്ങൾ മറ്റുള്ളവർക്ക് തണുപ്പാകണം. കമാൺ, മനസ്സിലാക്കുന്ന റാമേൻ പറഞ്ഞേ. അങ്ങനെ ഒരു മെന്റാലിറ്റി ഉണ്ടാകട്ടെ. ഈ മയക്കം പിടിച്ച് ഞാൻ നിൽക്കുമ്പോൾ അവന് 2 കൊടുക്കണം, അവക്ക് 2. അതെ, നോ നോ നോ, അതല്ല പുതിയ ദൈവത്തിന്റെ ശുശ്രൂഷ. മുറിവേറ്റവരാരെങ്കിലും ഉണ്ടോ? കരയുന്നവരാരെങ്കിലും ഉണ്ടോ? തകർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. ഇന്ന് പകൽക്കാലം നിങ്ങളൊന്ന് ചേർത്ത് പിടിപ്പാൻ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുറിവുകളെ കെട്ടുവാൻ, നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ, ചതഞ്ഞ് ഓടെ ഓടിക്കാത്ത, പുകയുന്ന തിരികെ കെടുത്താത്ത ദൈവത്തിന്റെ വിലയേറിയ ഹൃദയത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്കായി ശുശ്രൂഷിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി ജീവിച്ചാട്ടെ. ഹല്ലേലൂയ. ആൻറ്റിയുടെ അടുക്കൽ വന്നപ്പോൾ എനിക്ക് അനുഗ്രഹമായെന്ന് പറവാൻ, ആ സഹോദരനുമായി കണക്ട് ചെയ്തത് കൊണ്ട് ഞാൻ ദൈവകൃപയാൽ ബലപ്പെട്ടു എന്ന് പറവാൻ, ആ സ്തോത്രം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി ജീവിച്ചാട്ടെ. സമൂഹം കരച്ചിലാണ്. ജീവിതങ്ങൾ സമൂഹത്തിൽ യേശുവില്ലാതെ ജീവിക്കുന്നവർ കൊടുങ്കാറ്റിലും പെരുങ്കാറ്റിലുമാണ്. നിങ്ങൾ മിണ്ടുന്നില്ല. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നമാണ് ഏറ്റവും വലുത്. നോ 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 നോ, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. നിങ്ങളെല്ലാം ലോട്ടറി കിട്ടിയതിനേക്കാൾ ഭയങ്കര ഭാഗ്യത്തിലാണ് ജീവിക്കുന്നത്. സ്തോത്രം. അതെ, എന്നാൽ മറ്റുള്ളവരുടെ അടുക്കലേക്ക് ഒന്ന് പോയാട്ടെ, മറ്റുള്ള വീടുകളിൽ കയറി ചെന്ന് കഴിഞ്ഞ 6 മാസം അനുഭവിച്ചു എന്ന് ചോദിച്ചാട്ടെ. കൊടുങ്കാറ്റിലും പെരുങ്കാറ്റിലുമാണ് സമൂഹമായിരിക്കുന്നത്. എന്നാൽ അവരുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ, അവരെ ബലപ്പെടുത്തുവാനായി ദൈവം നിങ്ങളെ ബലപ്പെടുത്തി, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് ദൈവം ജീവനോടെ പരിശുദ്ധാത്മാവിൽ നിങ്ങളെ നിറച്ച് ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്? ഞാൻ ആവർത്തിക്കുന്നു, എന്തുകൊണ്ട് ജീവനോടെ ദൈവം നിങ്ങളെ അതേ സ്തോത്രം ആത്മാവിൽ നിറച്ച പരിശുദ്ധാത്മ നിറച്ചാക്കിയിരിക്കുന്നു? അതാണ് ഇതിൻ്റെ ഉദ്ദേശം. വളരെ ശ്രദ്ധിക്ക്. കൊടുങ്കാറ്റിലും പെരുങ്കാറ്റിലും ചിതറി വരുന്നവരെ മന്ദമാരുതനായി, ഒരു ഇളങ്കാറ്റായി ആശ്വസിപ്പിപ്പാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മുള്ളുകളുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ വെല്ലുവിളികളുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അതുള്ളപ്പോൾ തന്നെ സ്തോത്രം മറ്റുള്ളവർക്കൊരു ഇളങ്കാറ്റാക്കാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. 2 കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശോധനകളെ ജയിക്കുന്നവരായിരിക്കുക. സ്തോത്രം. അതേ, കർത്താവിൻ്റെ നർമ്മണം ചുമക്കുന്നവനായിരിക്കുക. നമ്പർ 3, മറ്റുള്ളവർക്ക് ആശ്വാസമാണ് എങ്കിൽ നിശ്ചയമായി നിങ്ങൾ പഴയ വാതിലുകളെ പണിയും, പഴയ അനുഗ്രഹങ്ങളെ നിങ്ങൾ ചുമക്കും. ഈ തലമുറയിൽ പഴയ
സ്തോത്രം അതേ അനുഗ്രഹങ്ങളെ ചുമക്കുവാൻ കേട്ടിട്ടുണ്ട്. പണ്ട് കാലത്ത് ഇങ്ങനെ നടന്നു, പണ്ട് കാലത്ത് ആരെയോ ദൈവം ഉപയോഗിച്ചു, പണ്ട് കാലത്ത് അവിടെ സഭകൾ വളർന്നു, പണ്ട് കാലത്ത് അവിടെ സ്തോത്രം വലിയ ഭൗതിക അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുവാൻ പോകുന്നു. ആരിലോ നടന്നതായി നിങ്ങൾ കേട്ടത് നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള പൂർവികരുടെ ജീവിതത്തിൽ നടന്നത്, യെസ്, ഇന്ന് പകൽ ഞാൻ പ്രഖ്യാപിച്ചു പറയുന്നു, അവരുടെ ദൈവം നിങ്ങളുടെ ദൈവമായി വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ശോധനകളെ ജയിക്കുന്നു എങ്കിൽ, നിങ്ങളൊരു നറുമണത്തിൻ്റെ ചാനലാണ് നിങ്ങൾ ആകുന്നു എങ്കിൽ, മറ്റുള്ളവർക്ക് ആശ്വാസമാകുന്നു എങ്കിൽ, സ്തോത്രം, ദൈവം നിങ്ങളെ അവണ്ണം തന്നെ പ്രയോജനപ്പെടുത്താം. നമ്മൾ കൂടെ കൂടെ പാടാറുണ്ട്, പറയാറുണ്ട്, അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബ്. എല്ലാവരും പറഞ്ഞില്ല, അവരും കൂടെ പറയട്ടെ. നമുക്കൊന്ന് സ്ലോ ഡൗൺ ചെയ്യാം. ശബ്ദം ഉയർത്തി പറഞ്ഞ എന്താണ്? അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്ന് അവർ പറഞ്ഞു എങ്കിൽ 2025 ഈ മെയ് മാസത്തിൽ സ്തോത്രം, നിന്റെ ദൈവം എന്ന് പറവാൻ, നിന്റെ പേര് പറഞ്ഞിട്ട് നിന്റെ ദൈവം എന്ന് പറവാൻ. ഹല്ലേലൂയ, കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. സ്തോത്രം. അതെ, നിങ്ങളിൽ നടക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടിട്ട്, നിന്റെ ശുശ്രൂഷ കണ്ടിട്ട് നിന്റെ ദൈവം എന്നവർ പറയട്ടെ. ആ വീട്ടിൽ അവർക്ക് വേണ്ടി ചെയ്ത ദൈവം എൻ്റെ വീട്ടിലും ചെയ്യുമെന്ന് പറവാൻ, അവരുടെ മക്കളെ അനുഗ്രഹിച്ച ദൈവം എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറവാൻ, അവിടെ ചിതറിക്കിടന്നതായ ജീവിതത്തെ പണിത കർത്താവ് എന്നെയും പണിവെന്ന് പറവാൻ, ഒരു 5-ാം സുവിശേഷമായി, ആയിരങ്ങൾക്ക് എക്സാമ്പിളായി, ഒരിക്കൽ കൂടെ ആയിരങ്ങൾക്ക് എക്സാമ്പിളായി കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. അതെ, യേശു കർത്താവ് തൻ്റെ വിലയേറിയ രക്തത്താൽ നിങ്ങളെ വീണ്ടെടുത്താക്കി വച്ചിരിക്കുന്നത് സ്തോത്രം മറ്റുള്ളവർ നിങ്ങൾ നാണം കെടാൻ വേണ്ടിയല്ല, പകരം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി തന്നെയാണ്. ഗലാത്യലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം, അബ്രഹാമിൻ്റെ അനുഗ്രഹം നിങ്ങൾ ചുമക്കുന്നു. അബ്രഹാം പിതാവായിരുന്നു, പിതാവിൻ്റെ അനുഗ്രഹം മക്കളിലേക്ക് കടന്നു വരുന്നു. പണ്ട് കാലത്ത്, പഴയ കാലത്ത് അനുഗ്രഹിച്ച ഒരു ദൈവം ഉണ്ടായിരുന്നു. ആ പഴയ കാലത്തിൻ്റെ ദൈവം ഇന്നിൻ്റെ ദൈവമാണ്. പഴയ വാതിലിൻ്റെ ദൂതാണ് ഞാൻ കൈമാറുന്നത്. ഓൾഡ് ഗേറ്റ്, ശബ്ദമുയർത്തി പറഞ്ഞേ, പഴയ വാതിൽ. ഒരിക്കൽ കൂടെ ശക്തിയോടെ, അന്നത്തെ ദൈവം ഇന്നും നിങ്ങൾക്കായി ജീവിക്കുന്നു. അന്നും ദൈവം അനുഗ്രഹിച്ചു, അവൻ ഇന്നും അനുഗ്രഹിക്കുന്നു. അന്നവനെ ആരൊക്കെയോ അഭിഷേകം ചെയ്തു, ഇന്നും നിങ്ങളെ അഭിഷേകം ചെയ്യുന്നു. അന്ന് അവരെ ഉപയോഗിച്ച ദൈവം ഇന്ന് നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സ്തോത്രം, പഴയ അനുഗ്രഹം നമ്മൾ ചുമക്കണമെങ്കിൽ പിതാക്കന്മാരുടെ ദൈവം, മാതാക്കളുടെ ദൈവം. ജെറി വന്നിട്ടുണ്ട്. ജെറി പറഞ്ഞു, ജെറിക്ക് ഒരു അമ്മച്ചി കോട്ടയത്തുണ്ടായിരുന്നു എന്ന്. ആ അമ്മച്ചി ഭയങ്കര പ്രാർത്ഥനക്കാരിയായിരുന്നു. സ്തോത്രം. അതെ, ഫിലോമിന ആൻറ്റി ആ അനുഭവം സ്തോത്രം ആവർത്തിക്കുന്നത് ഞാൻ കണ്ടു. ഇതൊരു മദേഴ്സ് ഡേ ആണല്ലോ. അമ്മച്ചിയുടെ പ്രാർത്ഥന അനുഭവം ഫിലോമിന ആൻറ്റികൾ സ്തോത്രം ആവർത്തിച്ചു എങ്കിൽ, ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, പിതാക്കന്മാരുടെ ദൈവം, മാതാക്കളുടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കണം. പക്ഷെ കണ്ടീഷൻ ഇതാണ്, അവർ ജീവിച്ചതുപോലെ നിങ്ങൾ ജീവിക്കുമ്പോൾ മാത്രമാണ്, അവർ ആരാധിച്ചതുപോലെ നിങ്ങൾ ആരാധിക്കുമ്പോൾ മാത്രമാണ്, അവർ ദൈവത്തെ സ്നേഹിച്ചതുപോലെ സേവിച്ചതുപോലെ നിങ്ങളും ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ അനുഗ്രഹം നിങ്ങൾക്കും ചുമക്കുവാൻ കഴിയുന്നത്. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവർ ജീവിക്കുന്നത് പോലെ നിങ്ങൾ ജീവിക്കുമ്പോൾ, അവർ ദൈവത്തെ സ്നേഹിച്ചതുപോലെ സേവിച്ചതുപോലെ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സേവിക്കുമ്പോൾ, അല്ലാതെ വടക്കും വഴിക്ക് നടക്കുമ്പോഴല്ല, അല്ലാതെ സ്തോത്രം ഉഴപ്പുമ്പോഴല്ല, അവർ ജീവിച്ചതുപോലെ ദൈവകൃപകളായിരിക്കുമ്പോൾ, അവരുടെ ആ പഴയ കാലത്തിൻ്റെ അതേ പാരാമീറ്റർ നാം എത്തിച്ചേരുമ്പോൾ, അതേ പ്രതാപം അതിനേക്കാൾ ഉപരിയായിട്ടുള്ളത് പോലും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവകൃപയാൽ വെളിപ്പെടുന്നു. ചില പഴയ കാര്യങ്ങൾ നോക്കിയാട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യം. 1 രാജാക്കന്മാരുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 13-ാം വാക്യം. 1 രാജാക്കന്മാർ 12:13 വായിച്ചേ. എന്നാൽ രാജാവ് ജനത്തോട് കഠിനമായി ഉത്തരം പറഞ്ഞു. വൃദ്ധന്മാർ തന്നോട് പറഞ്ഞ ആലോചനയെ അവൻ ത്യജിച്ചു. വൃദ്ധന്മാർ തന്നോട് പറഞ്ഞതായ ആലോചനയെ രാജാവ് ത്യജിച്ചു. സ്തോത്രം. വൃദ്ധന്മാരുടെ ആലോചന ത്യജിച്ചു എന്ന് പറഞ്ഞാൽ, വൃദ്ധന്മാരുടെ ആലോചന ത്യജിച്ചു, പയ്യന്മാരുടെ ആലോചന ഏറ്റെടുത്ത്. വൃദ്ധന്മാരുടെ ആലോചന ത്യജിച്ചിട്ട് യൗവനക്കാരുടെ ആലോചന ഏറ്റെടുത്ത് കാണാം. സ്തോത്രം. പ്രായമുള്ളവരുടെ ആലോചന ത്യജിക്കല്, അതാണ് എനിക്ക് ദൂത്. പഴയ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ നീ ചുമക്കണമെങ്കിൽ പഴമക്കാരുടെ ആലോചന സ്തോത്രം അത് ഒരിക്കലും ത്യജിക്കരുത്. നിങ്ങൾക്കറിയോ, ഞാൻ ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ആളാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ അനുഭവിച്ചതായ, ഞാൻ ചെയ്തതായ കാര്യം സ്തോത്രം, അതെ, ചെറുക്കന്മാരുടെ ഇടയിൽ ഞാൻ മിക്കവാറും ഇരിക്കാറില്ല.
പക്ഷെ പ്രായമുള്ള ദൈവദാസന്മാരെ കണ്ടാൽ, എക്സ്പീരിയൻസ് ഉള്ള എന്നെക്കാൾ പ്രായമുള്ള സ്തോത്രം ദൈവദാസന്മാർ പ്രായമുള്ള ദൈവദാസന്മാരെ കണ്ടാൽ അവരുടെ നടുവിൽ ഞാൻ പോയി ഇരിക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണ്? മുള്ളുകളുടെ താമര പോലെ ആ അപ്പച്ചന്മാരുടെ നടുവിൽ ഞാൻ ഇരിക്കുന്നത്. സ്തോത്രം, അതെ, എത്രയോ അനുഭവം അവരുടെ ലൈഫിലുണ്ട്. നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ നമ്മളെക്കാൾ അവർ ഓണമുണ്ടവരാണ്, നമ്മളെക്കാൾ അവർ ജീവിതം കണ്ടവരാണ്. സ്തോത്രം, അതെ, അവർ അധരം തുറക്കുമ്പോൾ, പ്രായമുള്ളവർ വായു തുറക്കുമ്പോൾ മുത്തുകളാണ് പൊഴിക്കുന്നത്. സ്തോത്രം, എന്ത് ചെയ്യാം, എന്ത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. സ്തോത്രം, പ്രായമുള്ളവരുടെ ആലോചന കേട്ടാട്ടെ. ഇവിടെ ഇതാ 1 രാജാക്കന്മാർ 12:13, അതല്ല എൻ്റെ വിഷയം. സ്തോത്രം, വൃദ്ധന്മാരുടെ ആലോചന ത്യജിച്ചത് കൊണ്ട് ആ രാജ്യം രണ്ടായി പോയി. ഒരിക്കൽ കൂടെ ഇസ്രായേൽ രാജ്യം, സ്തോത്രം, ദാവീദിന്റെയും ശലോമന്റെ കാലത്തുണ്ടായിരുന്ന ആ രാജ്യം രണ്ടായി, പഴയ തുണി കീറിപ്പോയതുപോലെ, ഒരു പേപ്പർ കീറുന്നത് പോലെ ആ രാജ്യം രണ്ടായി കീറിപ്പോയത് വൃദ്ധന്മാരുടെ ആലോചന ത്യജിച്ചത് കൊണ്ടാണ്. ഒരു വാർണിംഗ് ഞാൻ പറയട്ടെ. സ്തോത്രം, അതി വൃദ്ധന്മാരുടെ ആലോചന ഏറ്റെടുത്താട്ടെ. സ്തോത്രം, 40 വർഷം 30 വർഷം കർത്താവിനെ സേവിക്കുന്ന ദൈവദാസന്മാരുണ്ടല്ലോ, അവർക്കായി സ്തോത്രം. അല്ലാതെ മെനിഞ്ഞാന്നത്തെ മടകിൽ പൊങ്ങി വന്ന കുറച്ച് തകരകളുടെ ആലോചനയല്ല വേണ്ടിയത്. പേരിനും പ്രസിദ്ധിക്കും, സ്തോത്രം, സ്ഥാനത്തിനും യൂട്യൂബ് ഗ്ലാമറിനും വേണ്ടി നിൽക്കുന്ന തകരകളുടെ ആലോചനയല്ല വേണ്ടിയത്. കർത്താവിനെ വാസ്തവമായി സേവിക്കുന്നവർ, അവർക്ക് വേണ്ടിയത് ക്രൗഡല്ല, അവർക്ക് വേണ്ടിയത് പോപ്പുലാരിറ്റി അല്ല, അവർക്ക് വേണ്ടിയത് പേരല്ല, പ്രസിദ്ധിയല്ല, അവർക്ക് വേണ്ടിയത് യേശുവിനെയാണ്. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 32-ാം അധ്യായം 7-ാം വാക്യം കാണാതെ പഠിക്ക്, അണ്ടർലൈൻ ചെയ്യ്. യോബിന്റെ പുസ്തകം 32-ന്റെ 7 വായിക്കുമ്പോൾ പ്രായം സംസാരിക്കട്ടെ. നോക്കിയേ, പ്രായം സംസാരിക്കട്ടെ, വയോധികം ജ്ഞാനം ഉപദേശിക്കുകയും ചെയ്യട്ടെ. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, എന്തോ സംസാരിക്കട്ടെ? പ്രായം സംസാരിക്കട്ടെ. എല്ലാ യങ്സ്റ്റേഴ്സ് ഇന്ന് പകൽ കേൾക്കണം. കിളവൻ്റെ അടുത്ത് മിണ്ടാതിരിക്കാൻ പറ, കിളവിയോട് മിണ്ടാതിരിക്കാൻ പറ. ഡേഞ്ചർ, ഡേഞ്ചർ. നീ തൊലയാൻ നരകത്തൊന്നും ഒരു ഭൂതവും വരണ്ട, നീ തൊലഞ്ഞു പോകാൻ ആരും കൂടോത്രം ചെയ്യണ്ട. പ്രായം സംസാരിക്കട്ടെ, പ്രായം സംസാരിക്കട്ടെ. പൂർവികരുടെ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ എന്തൊരു ശാന്തതയെന്ന് നോക്ക്. പ്രായം സംസാരിക്കട്ടെ. നീ അനുഗ്രഹിക്കപ്പെടാൻ നിന്റെ അപ്പന്റെ ശബ്ദം കേൾക്ക്, അമ്മയുടെ ശബ്ദം കേൾക്ക്. നിന്റെ അത്ര ഗ്ലാമർ അവർക്ക് കാണത്തില്ല. നീ ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും, അവരെ എന്തൊരു മലയാള മീഡിയം ആയിരിക്കും അവർക്കുള്ളത്. പക്ഷേ പ്രായം സംസാരിക്കട്ടെ, അത് നിന്റെ തലയ്ക്ക് എണ്ണയായിരിക്കും. പ്രായം സംസാരിക്കട്ടെ. സ്തോത്രം. എന്നാൽ ആ പഴയ സ്തോത്രം ഉപദേശം ഉണ്ടല്ലോ, വൃദ്ധന്മാരുടെ ഉപദേശം അവർ ഉപേക്ഷിച്ചത് കൊണ്ട് ആ രാജ്യം രണ്ടായി പോയി. മാത്രമല്ല, പഴയ വഴിയുണ്ട്, പഴയ ജ്ഞാനമുണ്ട്, അതുപോലെ അല്ലെങ്കിൽ അതെ, പഴയ ജ്ഞാനമുണ്ട്, അതുപോലെ പഴയ വഴിയുമുണ്ട്. യിരെമ്യാ പ്രവചനം 6-ാം അധ്യായം 10-ാം വാക്യം, യിരെമ്യാ പ്രവചനം 6-ന്റെ 16, യിരെമ്യാ പ്രവചനം 6-ാം അധ്യായം 16-ാം വാക്യം, യിരെമ്യാ പ്രവചനം 6-ന്റെ 10-16. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി സൂക്ഷിച്ച് അതിൽ നടപ്പിന്. നിങ്ങൾ സ്തോത്രം വഴികളിൽ ചെന്ന് നല്ല വഴി ഏത്? നല്ല വഴി ഏത്? നല്ല വഴി ഏത്? പറ. നല്ല വഴി ഏത്? സ്തോത്രം. പുതിയ ഹൈവേ അല്ല കർത്താവ് പറഞ്ഞത്. മോസ്റ്റ് മോഡേൺ ടൈറ്റ് ജീൻസ്, ടൈറ്റ് ടീഷർട്ട്. സ്തോത്രം. ഏത് ഭാഗം പൊട്ടി എപ്പോ വേണമെങ്കിലും പുറത്തു വരാനോ, അതല്ല ദൈവം പറയുന്നത്. കർത്താവ് പറഞ്ഞത് ഇതൊക്കെ സ്തോത്രം. തിരുവചനം പറയുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകൾ നോക്കി ചോദിച്ച് അതിൽ നടപ്പിന്. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, പഴയ വഴി. പെട്ടെന്ന് പറഞ്ഞേ, പഴയ വഴി, പഴയ വഴി. ഇന്ന് മോഡേണിസത്തിനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. മോഡേൺ ആകണം, കുറച്ചുകൂടെ മോഡേൺ ആകണം. അങ്ങളെ കുറച്ചുകൂടെ മോഡേണായി വന്നാൽ കുറച്ചുകൂടെ ആൾക്കാർ വരുമായിരിക്കും. സ്തോത്രം. അത് ഈ പ്ലീറ്റുള്ള എന്നോട് പറഞ്ഞിട്ടുള്ളതാ, എന്നോട് ഇവിടുത്തെ ഒരു മന്ദബുദ്ധി പറഞ്ഞതാ. ഈ പ്ലീറ്റുള്ള പാൻറ് ഇടല്ലേ അങ്ങളെ, പ്ലീറ്റ് ഇല്ലാത്ത കുറച്ചുകൂടെ ടൈറ്റ് ഇടണം. ഞാൻ ഇങ്ങനെ പറയട്ടെ, സ്തോത്രം. ഭൂതം പോകാൻ, ഭൂതഗ്രസ്തനാകാനാ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കൽ കൂടെ, ഭൂതം പോകണമെങ്കിൽ ഭൂതഗ്രസ്തനാകണം എന്നാഗ്രഹിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. സ്തോത്രം. അതെ, അവന്റെ നിലവാരത്തിലേക്ക് നീ ഇറങ്ങി ചെല്ലുന്നതല്ല, നിന്റെ നിലവാരത്തിലേക്ക് അവൻ കയറി വരുന്നതാണ് സുവിശേഷ വേല. ഹല്ലേലൂയ. സിംഗപ്പൂരിയൻ എന്ത് പറയുന്നു, അമേരിക്കക്കാരൻ എന്ത് പറയുന്നു, അതേ മറ്റേ ആഫ്രിക്കക്കാരൻ എന്ത് പറയുന്നു എന്നല്ല എനിക്ക് നിനക്കും വേണ്ടിയത്. പകരം സ്തോത്രം, ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നു. കരങ്ങളെ അടിച്ച ദൈവത്തെ സ്തുതിച്ചേ.
ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് തോറ്റോന്മാരുടെ വഴിയിലല്ല നീ നടക്കേണ്ടത്, ജയിച്ചവരുടെ വഴിയിലാണ് നീ നടക്കേണ്ടത്. ജയിക്കണമെങ്കിൽ തിരുവചനം പറയുന്നു മക്കളെ, സ്തോത്രം, അതെ, ജയിച്ച വഴിയിൽ, പഴയ വഴിയിൽ നടന്നാട്ടെ. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, സ്തോത്രം, പഴയ വഴി. പെട്ടെന്ന് പറഞ്ഞേ, പഴയ വഴികൾ നടന്നാട്ടെ. കാരണം എന്തോ, പഴയ വഴി എന്ന് പറഞ്ഞാൽ അതിലൂടെ ആരൊക്കെയോ പോയിട്ടുണ്ട്. നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ആ വഴിയിലൂടെ ആരൊക്കെയോ പോയിട്ടുണ്ട്. ഇപ്പോൾ പോകുന്ന ആ വഴിയുണ്ടല്ലോ, അതെവിടെയാ ചെല്ലുന്നതെന്ന് അറിയത്തില്ല. നിങ്ങൾ മിണ്ടുന്നില്ല, ഞാൻ ടീച്ചിങ് മോഡലാണ് നിൽക്കുന്നത്. സ്തോത്രം. ഇപ്പോൾ ഒരാൾ പോകുന്നത് 4 കൊല്ലം കഴിയുമ്പോൾ അവൻ എവിടെ എത്തുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പണ്ട് കിടക്കുന്ന വഴിയുണ്ട്, അതുവഴി 100 കണക്കിന് ആൾക്കാർ പോയി. അവർ ഓൾറെഡി പോയി, അവർ ജയിച്ചു, അവർ തങ്ങളുടെ ലക്ഷ്യം കണ്ടു. അതുകൊണ്ട് സേഫ് ആയിട്ടുള്ള വഴി ഇപ്പോൾ ഉള്ള വഴിയല്ല, നേരത്തെ പോയി ലക്ഷ്യം കണ്ടവന്റെ വഴിയാണ്. അതുകൊണ്ട് തോറ്റവന്റെ വഴിയിൽ നടക്കരുത്, ജയിച്ചവന്റെ വഴിയിൽ നമുക്ക് നടക്കാം. വഴുവഴുപ്പുള്ള വഴികൾ നമുക്ക് നടക്കേണ്ട. സ്തോത്രം. അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, മിഷണറിമാരായി, ദൈവദാസന്മാരായി, ബിസിനസ്സുകാരായി, അതേ സ്തോത്രം, ജയിച്ച കരിയർ എസ്റ്റാബ്ലിഷ് ചെയ്തവരായി, ജയിച്ചവരുടെ വഴിയിൽ നമുക്ക് നടക്കാം. അപ്പോൾ പഴയ സ്തോത്രം ഉപദേശമുണ്ട്, അതുപോലെ പഴയ വഴിയുമുണ്ട്. നമ്പർ 3, മൂന്നാമത്, പഴയ അതിരുമുണ്ട്. ആവർത്തന പുസ്തകം 19-ാം അധ്യായം 14-ാം വാക്യം. ആവർത്തന പുസ്തകം 19-ാം അധ്യായം 14-ാം വാക്യം. Deuteronomy chapter 19 verse 14. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നീ കൈവശമാക്കാനിരിക്കുന്ന നിന്റെ അവകാശത്തിൽ നോക്കിയേ, പൂർവന്മാർ വച്ചിരിക്കുന്നതായ കൂട്ടുകാരന്റെ അതിർ നീ നീക്കരുത്. അവസാനം വായിച്ചാട്ടെ, ശബ്ദം ഉയർത്തി എല്ലാം വായിക്ക്. പൂർവന്മാർ വച്ചിരിക്കുന്നതായ കൂട്ടുകാരന്റെ അതിർ നീക്കരുത്. അതിനർത്ഥം പഴയ ഒരു ബൗണ്ടറി ഉണ്ട്, പഴയൊരു ബൗണ്ടറി ഉണ്ട്. യെസ്, പഴയ അതിരുണ്ട്. പറഞ്ഞാട്ടെ, പഴയ അതിർ. പഴയ ആലോചനയുണ്ട്, പഴയ വഴിയുണ്ട്, പഴയ അതിരുണ്ട്. സ്തോത്രം. നിലനിൽക്കുന്നതായ അനുഗ്രഹത്തിൽ സ്തോത്രം ഈ നിലനിൽക്കാൻ, പൂർവികരെ പോലെ അനുഗ്രഹിക്കപ്പെടുവാൻ, ഒരിക്കലും പൊളിയുന്നവനായിട്ടല്ല, തോൽക്കുന്നവനായിട്ടല്ല, ജയിച്ചു നിൽപ്പാൻ. അത് പെണ്ണാകട്ടെ, പദവിയാകട്ടെ, പണമാകട്ടെ. 3 പായാണ് ഞാൻ പറഞ്ഞത്. അത് പെണ്ണാകട്ടെ, അത് പണമാകട്ടെ, അത് പദവിയാകട്ടെ, അതിനെ ജയിപ്പാൻ നിനക്ക് വേണ്ടിയത് പഴയ ആലോചനയാണ്, പഴയ വഴിയാണ്, അതുപോലെ പഴയ അതിരാണ്. ദൈവം എനിക്ക് നിനക്കും ചുറ്റുമിട്ടിട്ടുള്ള ഒരു അതിരുണ്ട്. ആ അതിര് ഒരിക്കലും പൊളിക്കല്ല. എന്തൊരു ശാന്തത! വിശുദ്ധയുടെ ഉപദേശം ഞാൻ പറയുന്നത്. ദൈവം എനിക്കും നിനക്കും ചുറ്റും ഇട്ടിട്ടുള്ളത് ഒരു അദൃശ്യ രേഖയുണ്ട്, ഒരു അതിരുണ്ട്. ആ അതിരിൽ നിന്ന് പുറത്തു വരില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളായി, ദൈവദാസന്മാരായി കർത്താവ് വെച്ചിട്ടുള്ള ഒരു അതിരുണ്ട്. സാധാരണ സോക്കോളുടെ വിശ്വാസികളെക്കാൾ, ദൈവദാസന്മാരെക്കാൾ കർത്താവ് ഏറ്റവും സ്ട്രിക്റ്റായി നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് ദൈവദാസന്മാർ. ഹല്ലേലൂയ. ദൈവദാസന്മാർ അല്ലെങ്കിൽ ദൈവദാസിമാർ. എന്തൊരു ശാന്തത! ഞാനെന്തോ പൊല്ലാത്ത കാര്യം പറയുന്നത് പോലെ. പൈസ തരണ്ട, സ്തോത്രം, എനിക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട. കമാൺ. ഹല്ലേലൂയ. നേരെ ചൊവ്വേ ജീവിച്ചാൽ മാത്രമേ ജീവിതം കുത്തുപാള എടുക്കാതിരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. നേരെ ചൊവ്വേ ജീവിച്ചാൽ മാത്രമേ. പണ്ടൊരുത്തൻ അനുഗ്രഹിക്കപ്പെട്ടു, അവൻ നന്നായിരുന്നു, അവൻ ഉപയോഗിക്കുന്നു. അത് കാണാനുള്ളതല്ല, കേൾക്കാനുള്ളതല്ല, പറയാനുള്ളതല്ല. പഴയ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി അവർ ജയിച്ചതുപോലെ ദൈവകൃപയാൽ നീയും ജയിക്കണം. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു അതിരുണ്ട്, ആ അതിര് ഒരിക്കലും മാറ്റരുത്. സ്തോത്രം. സഭാപ്രസംഗികളുടെ പുസ്തകം 10-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു. സ്തോത്രം. ആ അതിര് പൊളിക്കല്ലേ. ഈ പഴയ അതിരുണ്ടല്ലോ, ആ പഴയത് പൊളിക്കല്ലേ. കാര്യം എന്താണെന്നറിയോ? പൊളിച്ചാൽ ഡേഞ്ചറാണ്. സഭാപ്രസംഗം 10-ന്റെ 8 പറയുന്നു, കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. കുഴി കുഴിക്കുന്നവൻ കുഴിയിൽ വീഴും, മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, സ്തോത്രം. മതിൽ പൊളിക്കല്ലേ. പെട്ടെന്ന് പറഞ്ഞേ, മതിൽ പൊളിക്കല്ലേ. ആ കല്ലിൻ്റെ ഇടയിൽ പാമ്പുണ്ട്, മതിൽ പൊളിക്കല്ലേ. ദൈവം നിനക്ക് തന്നിട്ടുള്ളൊരു അതിരുണ്ട് കുട്ടി. നീ ഇറങ്ങിപ്പോകുന്നത് ക്രിസ്തീയ കുടുംബത്തിൽ നിന്നാണ് സ്കൂളിൽ പോകുന്നത്. നോക്കിക്കേ, നീ ആ കോളേജിൽ പോകുന്നത് ക്രിസ്തീയ കുടുംബത്തിൽ നിന്നാണ് പോകുന്നത്. നിന്റെ അപ്പനും അമ്മയും പ്രാർത്ഥിക്കുകയാണ്. നിന്റെ അപ്പനും അമ്മയും സ്തോത്രം ദൈവത്തെ ആരാധിക്കുന്നവരാ. നിന്റെ അപ്പനും അമ്മയും ഈ വിശുദ്ധ അതേ പുസ്തകം ചുമക്കുന്നവരാ. മറ്റവരെ കഴിക്കുന്ന മുട്ടായി നിനക്കുള്ളതല്ല, അവർക്കുള്ളതായ ബീഡി നിനക്കുള്ളതല്ല, അവിടെ ഗഞ്ചാവ് നിനക്കുള്ളതല്ല, അവർക്കുള്ളതായ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടും ചുറ്റിക്കളിയും നിനക്കുള്ളതല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് മതിൽ പൊളിച്ചാൽ എന്ത് സംഭവിക്കും? കാത്തിരിക്കുന്ന പാമ്പുണ്ട്. അതുകൊണ്ട് പ്ലീസ് ദയവായി ഹല്ലേലൂയ കാണുന്നത് എന്നെല്ലാം യെസ് യെസ്
യെസ് യെസ് എന്ന് പറയുന്നതല്ല സക്സസ്ഫുൾ ലൈഫ്. നമുക്ക് ഒത്തിരി യെസ് പറയാനില്ല, നമുക്ക് വളരെ കുറച്ച് യെസ് പറയാനുള്ളൂ. ലൈഫിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് നോ 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 നോ. എനിക്കത് ഉള്ളതല്ല, എനിക്കുള്ളതല്ല, അത് ആ വഴി എനിക്കുള്ളതല്ല, ആ ബന്ധം എനിക്കുള്ളതല്ല, ആ കൂട്ടുകെട്ട് എനിക്കുള്ളതല്ല, ആ വാട്സപ്പ് ചാറ്റ് എനിക്കുള്ളതല്ല. കാരണം ഞാൻ തോറ്റുപോകും. പക്ഷെ തോൽക്കാൻ എനിക്ക് മനസ്സില്ല. ഹല്ലേലൂയ. മതിൽ പൊളിക്കുന്നെങ്കിൽ സ്തോത്രം പാമ്പ് കടിക്കും. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചിട്ടുള്ളവർ കാര്യങ്ങൾ ഉയർത്തിയാട്ടെ. ഡിഗ്രിക്ക് സ്തോത്രം, PGക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചിട്ടുള്ളവർ കാര്യങ്ങൾ ഉയർത്തിയാട്ടെ. ഞാൻ പറയാൻ പോകുന്ന ഈ ടേം നിങ്ങൾക്കറിയാം. സ്തോത്രം, സെർപ്പന്റ് അണ്ടർ ദ ഫ്ലവർ. എത്ര പേർ കേട്ടിട്ടുണ്ട്? സെർപ്പന്റ് അണ്ടർ ദ ഫ്ലവർ. അടുത്തയാഴ്ച ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരിക്കും. സെർപ്പന്റ് അണ്ടർ ദ ഫ്ലവർ. അടുത്തയാഴ്ച ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരിക്കും. എല്ലാവരും വരാതിരിക്കല്ലേ. ഉറങ്ങിയിരുന്ന അങ്കിൾ ഇപ്പോഴാണ് കണ്ണു പറഞ്ഞത്. റിയലി സ്തോത്രം. അതെ, സെർപ്പന്റ് ദ ഫ്ലവർ. ആരാ എഴുതിയത്? ഷേക്സ്പിയറാ എഴുതിയത്. എവിടെയാ എഴുതിയത്? മാക്ബത്തിലാണ് എഴുതിയിരിക്കുന്നത്. സെർപ്പന്റ് അണ്ടർ ദ ഫ്ലവർ. ആ സെർപ്പന്റ് അണ്ടർ ദ ഫ്ലവർ, അതിന്റെ ടേം ഇതാണ്, ലുക്ക് ലൈക്ക് ആൻ ഇന്നസെന്റ് ഫ്ലവർ. ഒരു നിഷ്കളങ്കമായ പൂവായി തോന്നുന്നു. നിഷ്കളങ്കം, അയ്യോ നിഷ്കളങ്കം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ലുക്ക് ലൈക്ക് ഇന്നസെന്റ് ഫ്ലവർ. പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട്. സെർപ്പന്റ് അണ്ടർ ഇറ്റ്. ലുക്ക് ലൈക്ക് ആൻ ഇന്നസെന്റ് ഫ്ലവർ, ബട്ട് there is a serpent under it. കണ്ടാൽ സ്തോത്രം നിഷ്കളങ്കമായ പൂവായി തോന്നുന്നു. പക്ഷെ അതിന്റെ അടിയിലിരിക്കുന്ന ഒരു പാമ്പുണ്ട്. സ്തോത്രം പറയ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉപവാസങ്ങളും മറ്റും കഴിഞ്ഞ് തണുത്ത ഹല്ലേലൂയ. ഇന്നസെന്റ് ഫ്ലവർ, നിഷ്കളങ്കമായ പൂ. പക്ഷേ അതിൻ്റെ അടിയിൽ ഒരു പാമ്പുണ്ട്. ഒരുവൻ അതുവഴി നടന്നു പോകുമ്പോൾ ആ കുളത്തിൽ നിറയെ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ്. ആ പൂക്കളെ കാണുമ്പോൾ അവനൊരു ആവേശം തോന്നും. കൊള്ളാലോ, നല്ല പൂ. സ്തോത്രം. തൻ്റെ പുരുഷത്വത്തെ മറന്നിട്ട് അവൻ കുളത്തിലേക്ക് ഇറങ്ങി. ഒരിക്കൽ കൂടെ, ആ പുരുഷത്വത്തെ മറന്നിട്ട് അവൻ ആ കുളത്തിലേക്ക് ഇറങ്ങി. ആ പുഷ്പത്തെ കയറി പിടിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുന്ന ആ പാമ്പ് നിന്നെ കൊത്തുന്നു. നിന്റെ പുരുഷത്വം നശിക്കുന്നു. ഇത് ഷേക്സ്പിയർ പറഞ്ഞെങ്കിൽ സ്പിരിച്വൽ വേർഷനിൽ ഞാൻ പറയട്ടെ. കേൾക്ക ഡാനി. സ്തോത്രം. അതെ, ഒരു ചെറുക്കൻ, ഒരു പെണ്ണ്, അതെ സ്തോത്രം, ഒരു കുളത്തിലൂടെ നടക്കുമ്പോൾ നിന്റെ സ്കൂളിൽ, നിന്റെ ക്ലാസ്സിൽ, നിന്റെ ഫ്രണ്ട്സ് വാട്സപ്പ് ഗ്രൂപ്പിൽ, സൊസൈറ്റിയിൽ ധാരാളം പുഷ്പങ്ങൾ ആണായും പെണ്ണായും നിന്നെ വശീകരിക്കാൻ, നിന്നെ തുലയ്ക്കാൻ ലൂസിഫറിന്റെ ഏജന്റായി സ്തോത്രം ലോകത്തിങ്ങനെ വിടർന്ന് നിൽക്കുകയാണ്. നീ നിന്റെ സ്റ്റാറ്റസ് മറന്നിട്ട്, നിന്റെ വിളി മറന്നിട്ട്, നിന്റെ തിരഞ്ഞെടുപ്പ് മറന്നിട്ട്, ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ പദ്ധതി മറന്നിട്ട് നീ അതിൻ്റെ അരികിലേക്ക് പോയി അവനെ അല്ലെങ്കിൽ അവളെ തൊടുന്നതോടെ ആ പാമ്പ് തലപൊക്കി നിന്നെ കൊത്തുന്നു. അതോടെ നിന്റെ സ്പിരിച്വാലിറ്റി, നിന്റെ ആത്മീയത നശിക്കുമ്പോൾ ഇന്ന് പകൽ എനിക്ക് പറയാനുള്ളതായ ദൂത്, ഇന്നലെകളിലേക്ക് തിരിഞ്ഞു നോക്കി. ഉണ്ടായിരുന്നു അവൻ ഉണ്ടായിരുന്നു, അവനെ ദൈവം പ്രയോജനപ്പെടുത്തി എന്നല്ല, പകരം ഇന്ന് ഉണ്ട്. ഇന്നും ഉണ്ട്, ഇന്നും വിശുദ്ധിയുണ്ട്, ഇന്നും ദൈവകൃപയുണ്ട്, ഇന്നും അഭിഷേകമുണ്ട്, ഇന്നും രോഗശാന്തിയുണ്ട്, ഇന്നും കൃപാവരങ്ങളുണ്ട്, ഇന്നും സഭാ വളർച്ചയുണ്ട്, ഇന്നും ഭൂതങ്ങളുടെ മേലുള്ള അധികാരമുണ്ട്, ഇന്നും മന്ത്രത്തറകൾ പൊളിയുന്ന മന്ത്രത്തറകളും മന്ത്രവാദങ്ങളും തകർന്ന് അഭിഷേകമുണ്ട് എന്ന് തെളിയിപ്പോൾ ജീവിതമുള്ളവരെ എഴുന്നേൽക്കട്ടെ. കരങ്ങളെ അടിച്ചു വിശ്വസിക്കുന്ന ഒരു ശക്തിയോടെ 2 മിനിറ്റ് ആരാധിച്ചാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധി എന്നത്, വേർപാടെന്നത്, വിശുദ്ധി എന്നത്, വേർപാടെന്നത്, പ്രമാണത്തിലുള്ള ജീവിതം എന്നത്, ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവം എന്നത്, അത് കാഴ്ച ബംഗ്ലാവിലല്ല, മ്യൂസിയത്തല്ല, നിന്റെ ലൈഫിലായിരിക്കട്ടെ. സ്തോത്രം. വിശുദ്ധി എന്നത്, വേർപാടെന്നത്, ദൈവകൃപ എന്നത്, ഹൃദയ പരിച്ഛേദന എന്നത്, ഗോളിനസ്, ദൈവികത എന്നത്, സ്തോത്രം, ഏതോ കാഴ്ച ബംഗ്ലാവിലല്ല, നിന്റെ ജീവിതത്തിലായിരിക്കട്ടെ. നിന്റെ വല്യമ്മച്ചിയുടെ വിശ്വാസം, നിന്റെ അമ്മയുടെ വിശ്വാസം, യുവാവായ തീമോത്തിയോസേ നിന്നിലുണ്ട്.
കമാൺ. എത്ര യങ്സ്റ്റേഴ്സ് അതിനെ റെസ്പോണ്ട് ചെയ്തെന്ന് എനിക്കറിയത്തില്ല. നിന്റെ വലിയമ്മച്ചിയുടെ വിശ്വാസം, നിന്റെ അമ്മയുടെ വിശ്വാസം. ഓ ഹല്ലേലൂയ. ഈ മദേഴ്സ് ഡേക്ക് സഭ കേൾക്കട്ടെ. നിന്റെ വലിയമ്മച്ചിയുടെ വിശ്വാസം, നിന്റെ അമ്മയുടെ വിശ്വാസം. ഹല്ലേലൂയ. നിനക്കുണ്ട്. എന്താ നിനക്കുള്ളത്? പ്രേമമല്ല നിനക്കുള്ളത്, കാമമല്ല നിനക്കുള്ളത്. ഹല്ലേലൂയ. മറ്റുള്ളവർക്കുള്ള ചുറ്റിക്കളിയല്ല നിനക്കുള്ളത്. അവർക്കില്ലാത്ത ദൈവകൃപ നിനക്കുണ്ട്, അവർക്കില്ലാത്ത വിശുദ്ധി നിനക്കുണ്ട്, അവർക്കില്ലാത്ത മൂർച്ച നിനക്കുണ്ട്. ഹല്ലേലൂയ. അവൻ പറഞ്ഞാൽ നടക്കാത്തത് നീ അധരം തുറക്കുമ്പോൾ ദൈവകൃപയാൽ സംഭവിക്കുന്നു. കാരണം അവർക്കില്ലാത്ത ഒരു മഹത്വം നീ ചുമക്കുകയാണ്, അവർക്കില്ലാത്ത ഒരു അഗ്നി നിന്നിൽ പടരുകയാണ്, അവർക്കില്ലാത്തതായ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ചാലായി ഈ കാലഘട്ടത്തിൽ ദൈവം തന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. കരങ്ങളെ അടിച്ച് 2 മിനിറ്റ് അധരങ്ങളെ തുറന്ന് നിങ്ങൾ കൈയടിക്കുന്നതിനേക്കാൾ നിങ്ങൾ അന്യഭാഷ പറയുന്ന സ്വരം ഉയരട്ടെ. കേട്ട് കൈയടിച്ചു പോകല്ലേ. പകരം ഇന്ന് പകൽക്കാലം ദൈവകൃപയാൽ ആവശ്യമില്ലാത്തതിൽ നിന്ന് പുറത്തു വരട്ടെ, ആവശ്യമില്ലാത്തത് മാറി നടക്കട്ടെ, ആവശ്യമില്ലാത്ത വാതിലുകൾ കടക്കാതിരിക്കട്ടെ. കാരണം അവർക്കില്ലാത്തത് ദൈവം നിന്നിലേക്ക് പകരുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. 3 പേര് തൊട്ട് പറഞ്ഞാട്ടെ. ജീവിതം തോൽക്കാൻ സമ്മതിക്കല്ല. പെട്ടെന്ന് പറഞ്ഞേ. പറ. ജീവിതം തോൽക്കാൻ സമ്മതിക്കല്ല. ജീവിതം തോൽക്കാനുള്ളതല്ല, ജീവിതം പണിയപ്പെടാനുള്ളതാണ്. ജീവിതം തോൽക്കാനുള്ളതല്ല. യെരൂശലേമിന് ചുറ്റും നെഹെമ്യാവ് മതിൽ പണിതതുപോലെ നിന്റെ ജീവിതത്തെ നീയാണ് പണിയേണ്ടത്. നിന്റെ പാസ്റ്ററല്ല വന്ന് പഠിക്കുന്നത്. എല്ലാ സ്തോത്രം റിലിജിയൻ, എല്ലാ മതത്തിൽ വിശ്വസിക്കുന്നവർ കേൾക്ക്. മതം പ്രാക്ടീസ് ചെയ്യുന്നവർ നിന്റെ പാസ്റ്റർ അല്ല വന്ന് പഠിക്കുന്നത്, നിന്റെ ചർച്ചല്ല പഠിക്കേണ്ടത്. നിന്റെ ജീവിതത്തെ വേറെ ആരും പണിയത്തില്ല, നീയാണ് പണിയേണ്ടത്. നീയാണ് പണിയേണ്ടത്. നീയാണ് വേദപുസ്തകം എടുക്കേണ്ടത്, നീയാണ് വായിക്കേണ്ടത്, നീയാണ് മുട്ടുമടക്കേണ്ടത്, നീയാണ് പാപത്തെ ജയിക്കേണ്ടത്, നീയാണ് പിശാചോട് പൊരുതേണ്ടത്, നീയാണ് ദുഷ്ടചിന്ത വരുമ്പോൾ അതിനെ ശാസിക്കേണ്ടത്, നീയാണ് പാപത്തിന്റെ ഈവിൾ ഇമാജിനേഷൻ വരുമ്പോൾ വല്ലവന്റെ തലക്കല്ല പിടിക്കേണ്ടത്. സ്വന്തം തലയ്ക്ക് പിടിച്ച് പബ്ലിക് ഡെവലല്ല, പ്രൈവറ്റ് ഡെവലിനെ നീയാണ് ശാസിക്കേണ്ടത്. പബ്ലിക് ഡെവലിനെ ശാസിക്കാൻ നമുക്ക് ഭയങ്കര ബ്രില്യൻ്റ്. പക്ഷെ നമുക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ പ്രൈവറ്റ് ഡെവലിനെ ആര് ശാസിക്കുക? അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ തെറ്റായ ചിന്ത കടന്നു വരുമ്പോൾ, നിന്റെ ചിന്ത തെറ്റുമ്പോ, നിന്റെ കണ്ണ് തെറ്റുമ്പോ, നിന്റെ വിചാരം തെറ്റുമ്പോ, ഒന്ന് കണ്ടതിലേക്ക് വീണ്ടും 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 തിരിഞ്ഞു നോക്കണമെന്ന് തോന്നുമ്പോ, നോ, ഇൻ ജീസസ് നെയിം. ഞാൻ പിശാചിന്റെ ജംഗല്ല, ഞാൻ ശത്രുവിന്റെ സാത്താന്റെ ചവറ്റുകൊട്ടയല്ല. അമ്മേ, ലിവിംഗ് ടാബർനാക്കിൾ. ഞാൻ ജീവിക്കുന്ന സമാഗമന കൂടാരം. ഞാൻ പിശാചിന്റെ ജംഗല്ല എന്നിൽ നിറയേണ്ടത്, ദൈവത്തിന്റെ മഹത്വമാണ് എന്നെ നിറയേണ്ടത് എന്ന് പറഞ്ഞ് ദൈവകൃപയാൽ നീയാണ് ജയിക്കേണ്ടത്, നീയാണ് ജയിക്കേണ്ടത്. അങ്ങനെ ദൈവകൃപയാൽ നമ്മൾ ജീവിക്കുന്ന സഹോദരി സഹോദരന്മാരെ, പഴയ വാതിൽ ദൂതതാണല്ലോ. അപ്പന്മാർ കണ്ടിട്ടില്ലാത്തത്, അമ്മമാർ കണ്ടിട്ടില്ലാത്ത, പൂർവികർ കണ്ടിട്ടില്ലാത്തത് ദൈവകൃപയാൽ നീ കാണ്. ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളെ നോക്കി പറയുന്നത്, അപ്പൻ തട്ടിയ തമ്പേർ നീ തല്ലണം എന്നല്ല, അപ്പൻ അടിച്ചതായ തമ്പേറിൽ നീ തീരണമെന്നല്ല, സ്തോത്രം അമ്മ പറഞ്ഞതായ അന്യഭാഷയുടെ താളവും ഓളത്തിലും നീ നിൽക്കണമെന്നല്ല. പകരം എൻ്റെ ബൈബിളിൽ ഞാൻ കാണുന്നത് പൂർവികർ കണ്ടിട്ടില്ലാത്ത വലിയ മഹത്വം നിനക്കായി കാത്തിരിക്കുന്നു എന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലകളെ പിതാക്കന്മാരെ മാതാക്കളെ ദൈവം ഉപയോഗിച്ചു, ഇന്നലകളെ പിതാക്കന്മാരെ മാതാക്കളെ ദൈവം അനുഗ്രഹിച്ചു. എന്നാൽ സ്തോത്രം വളരെ ശ്രദ്ധിക്കുക, ബാലൻസ് ചെയ്ത് ഞാൻ പഠിപ്പിക്കട്ടെ. സ്തോത്രം പിതാക്കന്മാരുടെ മാതാക്കളുടെ മെത്തേഡിലല്ല നീ നിൽക്കേണ്ടത്. കാരണം ഓരോ തലമുറയിൽ ഓരോ മെത്തേഡുകൾ ദൈവം മാറ്റുന്നു. ഒരിക്കൽ കൂടെ, ഓരോ തലമുറയിൽ മെത്തേഡുകൾ മാറുന്ന, ദൈവം മാറുന്നില്ല, ദൈവത്തിന്റെ വചനം മാറുന്നില്ല.
ഒരിക്കൽ കൂടെ ദൈവം മാറുന്നില്ല, ദൈവത്തിന്റെ വചനം മാറുന്നില്ല. ഒരിക്കൽ കൂടെ ദൈവം മാറുന്നില്ല. പറ, പിന്നെ എന്തോ മാറുന്നില്ല? ദൈവത്തിന്റെ വചനം മാറുന്നില്ല. ആകാശം ഭൂമിയും മാറും, എങ്കിലും ദൈവത്തിന്റെ വചനം വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ല. വീണ്ടും പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നതായ ദൈവത്തിന്റെ വചനത്തിൽ ദൈവം ചലിക്കുന്നത് സ്തോത്രം വ്യത്യസ്തമായിട്ടാണ്. എത്ര പേർക്ക് മനസ്സിലായി? സ്തോത്രം. മോശെ വെള്ളത്തെ വിഭാഗിക്കാൻ നീ എന്താ എടുത്തേ? ഞാൻ വടിയാണ് എടുത്തത്. അഹരോനെ സ്തോത്രം. യോശുവേ യോർദാനെ വിഭാഗിപ്പാൻ നീ എന്താ എടുത്തത്? അവൻ പറയും പെട്ടകമാണ് എടുത്തത്. എലീശായെ യോർദാനെ വിഭാഗിപ്പാൻ നീ എന്താ എടുത്തത്? ഞാൻ പുതപ്പാ എടുത്തത്. മോശയുടെ കാലത്ത് വടിയായിരുന്നു, യോശുവയുടെ കാലത്ത് പെട്ടകമായിരുന്നു, എലീശായുടെ കാലത്ത് പുതപ്പായിരുന്നു. എന്നാൽ കർത്താവ് യേശുവിന്റെ കാലത്ത് യോർദാനിൽ അവൻ ഇറങ്ങി സ്നാനപ്പെടുമ്പോൾ യോർദാനിൽ ഇറങ്ങി കർത്താവ് സ്നാനപ്പെടുമ്പോൾ യേശു കർത്താവ് വടിയല്ല എടുത്തത്, യേശു കർത്താവ് പഴയ പെട്ടകത്തെയല്ല തേടിയത്, യേശു കർത്താവ് ഏതോ അപ്പച്ചന്മാരുടെ പുതപ്പല്ല എടുത്തത്. നീ എടുക്കേണ്ടത് അപ്പച്ചന്മാരുടെ പുതപ്പല്ല, പഴയ കാലത്ത് ജീവിച്ചിരുന്ന മെത്തേഡല്ല. പകരം ഇന്ന് പകൽക്കാലം ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ല. ഓ, വേറെ ആരെങ്കിലും പ്രസംഗിക്കും, ഞാൻ ഒന്ന് തുള്ളിച്ചാടട്ടെ. അമ്മച്ചു പറഞ്ഞിട്ടില്ലാത്ത അന്യഭാഷ, അപ്പച്ചൻ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവത്തിന്റെ ശക്തി, കഴിഞ്ഞ തലമുറയിൽ ദൈവദാസന്മാർ കൈകാര്യം ചെയ്തിട്ടില്ലാത്ത ദൈവത്തിന്റെ മഹത്വം. കമാൻ, ഈ തലമുറയിൽ ഞാനത് നിന്നിൽ കാണുവാൻ പോകുകയാണ്. യെസ്, 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 in Jesus name. Hallelujah. ദൈവത്തെ തേടുന്ന ഒരു ഹൃദയം നിനക്കുണ്ട് എങ്കിൽ, ഒരിക്കൽ കൂടെ ദൈവത്തെ തേടുന്ന ഹൃദയം നിനക്കുണ്ടെങ്കിൽ, അതേ ദൈവികമായ ഡിസിപ്ലിൻ നിനക്കുണ്ട് എങ്കിൽ, മതിൽ പൊളിക്കാത്ത വിശുദ്ധ ജീവിതം നിനക്കുണ്ടെങ്കിൽ, വേർപാടുണ്ടെങ്കിൽ, വിശുദ്ധി ഉണ്ടെങ്കിൽ, ഇത് സൺഡേ പരിപാടിയല്ല, ഇത് പള്ളി പരിപാടിയല്ല. നിന്റെ പ്രൈവറ്റ് ലൈഫിൽ, നിന്റെ രഹസ്യ ജീവിതത്തിന്റെ മണ്ഡലത്തിൽ പണ്ട് വിശുദ്ധന്മാർ ജീവിച്ചതുപോലെ, ഭക്തന്മാർ ആരാധിച്ചതുപോലെ, കുറുപ്രാവ് കുറുകിയതുപോലെ, ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധിയിലും കൃപയിലും അന്ന് അപ്പച്ചന്മാർ അമ്മച്ചുമാർ ദൈവത്തെ സേവിച്ചതുപോലെ നീ ഉണ്ടെങ്കിൽ, ഗ്യാരണ്ടി ഞാൻ പറയട്ടെ, അവർ ചുമക്കാത്ത ഒരു തീ, അവർക്കില്ലാത്ത ഒരു മഹത്വം ദൈവകൃപയാൽ നിന്റെ ജീവിതത്തിൽ ആവർത്തിക്കുക തന്നെ ചെയ്യുക. മോശയുടെ കാലത്ത് വടിയായിരുന്നു, അതേ യോശുവയുടെ കാലത്ത് പെട്ടകമായിരുന്നു, എലീശായുടെ കാലത്ത് പുതപ്പായിരുന്നു, കർത്താവ് യേശുവിന്റെ കാലത്ത് പ്രാവായിരുന്നു. ഓ, കേട്ടവർ ആമേൻ പറഞ്ഞേ. ഒരിക്കൽ കൂടെ മോശയ്ക്ക് വടിയാണെങ്കിൽ, സ്തോത്രം, യോശുവയ്ക്ക് പെട്ടകമാണെങ്കിൽ, എലീശായ്ക്ക് പുതപ്പാണെങ്കിൽ, കർത്താവ് യേശുവിന് പ്രാവായിരുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവം മാറുന്നില്ല, ദൈവത്തിന്റെ വചനം മാറുന്നില്ല, പക്ഷേ ദൈവം നിന്നെ ഉപയോഗിക്കുന്ന ഡയമെൻഷൻ വ്യത്യാസമാകട്ടെ. എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? ഹല്ലേലൂയ. പഴയ വാതിലുകൾ പണിതാട്ടെ. സെയിം ടൈം ഞാൻ പറയട്ടെ, സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് നികുഷ്ടാന്യ ആരാധനയല്ല. വേണ്ട കിടക്കുന്ന ആത്മീയ ജീവിതം എന്ന് പറയുന്നത് നികുഷ്ടാന്യ ആരാധനയല്ല. അടുത്ത ആഴ്ച ഏതെങ്കിലും ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് നല്ല പേരങ്ങളെ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നല്ല പേരങ്ങളെ ഇഷ്ടപ്പെട്ടു, നല്ല ബ്രദറെ നല്ല പേര് ഇഷ്ടപ്പെട്ടു, ഈ കുട്ടിക്ക് നികുഷ്ടാൻ എന്ന് പറഞ്ഞ് പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യത്തില്ല. കാരണം അത് നല്ലൊരു പേരല്ല, നികുഷ്ടാൻ. എത്ര പേർ കേട്ടിട്ടുണ്ട് നികുഷ്ടാൻ? സ്തോത്രം. റിയലി കേട്ടിട്ടില്ലാത്തൊരു കരങ്ങൾ ഉയർത്തിയാട്ടെ, കേട്ടിട്ടില്ലാത്തൊരു കരങ്ങൾ ഉയർത്തിയാണ്. സ്തോത്രം. രണ്ടിനും കൈവക്കാത്ത ആൾക്കാരുണ്ട്. അവര് കള്ളന്മാരല്ല, പെരുങ്കള്ളന്മാരാണ്. സ്തോത്രം. അതെ, നികുഷ്ടാൻ. നികുഷ്ടാൻ. സ്തോത്രം. മോശയോട് ചോദിക്കാം, എന്താ നികുഷ്ടാൻ? മോശ പറയും, നികുഷ്ടാൻ എന്തെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് പിച്ചള സർപ്പത്തെ അറിയത്തുള്ളൂ. നികുഷ്ടാൻ എന്തെന്ന് എനിക്കറിയത്തില്ല, എനിക്കൊരു പിച്ചള സർപ്പത്തെ അറിയത്തുള്ളൂ. അതെന്താ പിച്ചള സർപ്പം നീയുമായിട്ടുള്ള ബന്ധം മോശേ? അതേ, അഗ്നി സർപ്പം ഒരു ദിവസം കടന്നു വന്ന്, സ്തോത്രം, ഞങ്ങളുടെ സഭയിലുള്ള കുറച്ച് പേരെ അങ്ങ് കടിച്ചു കൊന്നു. അതെന്താ മോശേ? പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും മതിലില്ലാത്ത തീ മതിലിലൂടെ ഈ ജനത്തെ, സ്തോത്രം, നയിച്ചപ്പോൾ ഈ അഗ്നിസർപ്പം കടന്നു വന്ന്, സ്തോത്രം, കടിച്ചത് എങ്ങനെയാണ്? ഇതിവിടെ പ്രസംഗിക്കുമ്പോൾ എനിക്ക് ആത്മാർത്ഥമായി പറയാൻ പറ്റത്തില്ല കേട്ടോ. ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയ്ക്ക് വേറെ എങ്ങാണ്ട് ഞാൻ പോകുന്നുണ്ട്, അപ്പോൾ അവിടെ പറയാം. സ്തോത്രം. അത് പാസ്റ്ററിനെതിരെ കുറ്റം പറഞ്ഞു.
പാസ്റ്ററിനെതിരെ കുറ്റം പറഞ്ഞപ്പോഴേക്കും ദൈവം ആ വേലിയെ പൊളിച്ചിട്ട് അഗ്നി സർപ്പം കടന്നു വന്ന് പാസ്റ്ററിനെതിരെ, ആൻറ്റി സഹോദരി സ്തോത്രം, നീ കുറ്റം പറയുമ്പോൾ നിന്റെ വേലി പൊളിയുകയാണ്. അഗ്നി സർപ്പം കടന്നു വന്ന് ആ ജനത്തെ കടിച്ച് സ്തോത്രം ഒത്തിരി എണ്ണം ചത്തപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, പിച്ചള സർപ്പത്തി എടുക്ക്. ആ പിച്ചള സർപ്പത്തി എടുത്ത് മോശ ഉയർത്തിയപ്പോൾ സ്തോത്രം, ചിലരൊക്കെ ഇങ്ങനെ നോക്കുക, കഴിഞ്ഞ ആഴ്ച ഞാൻ കുറ്റം പറഞ്ഞ ഇയാൾ എങ്ങനെ അറിഞ്ഞു എന്ന്. സ്തോത്രം, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഹല്ലേലൂയ. ലോകത്തിൽ CBIയും സ്തോത്രം CIAയും തോൽപ്പിക്കുന്ന ഒരുവനെ എനിക്കറിയാം. അവൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. നീ നിന്റെ ശയന ഗ്രഹത്തിൽ പറയുന്നത് ഇന്റർനാഷണൽ ബോർഡർ കടത്തി എലീശായുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ അന്നത്തെ ദൈവം ചത്തുപോയിട്ടില്ല, ലീവിന് പോയിട്ടില്ല, വയസ്സായിട്ടില്ല, അവൻ ഇന്നും ജീവിക്കുന്ന. നിന്റെ വേലി പൊളിഞ്ഞതിന്റെ കുഴപ്പമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിന്റെ വേലി പൊളിഞ്ഞിട്ട് നീ ഒരു വല്ലാത്ത പരുവമായി കിടക്കുന്നില്ലേ, അതിന്റെ പരിപാടി ഞാൻ പറയുന്നത്. ദൈവദാസൻ മോശയ്ക്ക് നേരെ അവർ കുറ്റം പറഞ്ഞപ്പോഴേക്കും ദൈവം അവരുടെ വേലി അങ്ങ് പൊളിച്ചു കൊടുത്തു. അഗ്നിസർപ്പം കടന്നു വന്ന് സ്തോത്രം ഇവരെ കടിച്ച് കൊന്നപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, നീ പിച്ചള സർപ്പം എടുക്ക്. പിച്ചള സർപ്പത്തെ എടുത്ത് മോശ ഉയർത്തി. പിച്ചള സർപ്പം എടുത്ത് മോശ ഉയർത്തിയപ്പോൾ ആരൊക്കെയാണോ പിച്ചള സർപ്പത്തെ നോക്കിയത് അവരെല്ലാവരും രക്ഷ പ്രാപിച്ചു. ഹല്ലേലൂയ. അപ്പോൾ എല്ലാവരും പറഞ്ഞു, അടുത്ത തലമുറ പറഞ്ഞു, ഈ പിച്ചള സർപ്പം ഏതാണെന്നറിയോ? അപ്പച്ചനെ രക്ഷിച്ച പിച്ചള സർപ്പമാണ്, അമ്മച്ചിയെ രക്ഷിച്ച പിച്ചള സർപ്പമാണ്. ഓ, ഞങ്ങളെ അടുത്ത തലമുറ പറഞ്ഞു, മക്കളെ ഒരു കഥ പറഞ്ഞു തരാം. പണ്ട് കുറച്ച് അഗ്നി സർപ്പം വന്ന് ഞങ്ങളെ കടിച്ച് ഞങ്ങൾ ഹത്തം ഹോകയാ, ഞങ്ങൾ തൊലയാൻ വേണ്ടി കിടന്നപ്പോൾ ഒരു പിച്ചള സർപ്പത്തിലേക്ക് ഞങ്ങൾ നോക്കി, ഞങ്ങളിതാ രക്ഷ പ്രാപിച്ചു. കൊച്ചുമക്കൾക്കും മക്കൾക്കും ഭയങ്കര ആവേശമായി. പണ്ട് അപ്പൻ്റെ കാലത്തെ പിച്ചള സർപ്പം, അമ്മയുടെ കാലത്തെ പിച്ചള സർപ്പം, നാട്ടിലിടാൻ പറ്റത്തില്ലല്ലോ, കൊണ്ടുപോടാ പിച്ചള സർപ്പത്തെ. ഓ, പുറത്ത് കിടന്നതായ പിച്ചള സർപ്പത്തെ അകത്ത് കൊണ്ടുവന്നു. കാരണം അകം ശൂന്യമാണ്, അകം സ്തോത്രം മഹത്വം ഇല്ല. അകം മഹത്വം ഉണ്ടെങ്കിൽ വേറൊന്നും വയ്ക്കേണ്ട ഗതികേട് വരത്തില്ലായിരുന്നു. മഹത്വം ഇല്ലാത്ത മഹത്വം പുറത്തു പോയിട്ട് ഇന്ന് മെത്തേഡ് അകത്ത് വന്നു. ഒരിക്കൽ കൂടെ സ്തോത്രം, ദൈവത്തെ, മഹോന്നതനായ മഹത്വത്തിൽ ഉടമസ്ഥനായ ദൈവത്തെ ആരാധിക്കാതെ ദൈവത്തിൻ്റെ മെത്തേഡിനെ ആരാധിക്കുമ്പോൾ അതിൻ്റെ പേരാണ് നെഗുഷ്ടാൻ. ദൈവത്തെ ആരാധിക്കുന്നില്ല. പല സഭകളും ദൈവത്തെ അല്ല ആരാധിക്കേണ്ടത്, ദൈവത്തിൻ്റെ മെത്തേഡുകളെയാണ് ആരാധിക്കുന്നത്. സ്തോത്രം, ക്രൈസ്റ്റ് സെന്റർ ശ്രദ്ധിച്ചു കേൾക്ക്. നീ ആരാധിക്കേണ്ടത് ദൈവത്തിൻ്റെ മെത്തേഡിനെയല്ല, നീ ആരാധിക്കേണ്ടത് ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. ഹല്ലേലൂയ. ഇന്നലകളിൽ ദൈവം നമ്മെ എവിടെയൊക്കെ ഉപയോഗിച്ച് കാണും. ഇന്നലകളിൽ പല പ്രൊഫറ്റിക് ആക്ട് ഉൾപ്പെടെയുള്ള പലത് ദൈവം നമ്മെ കൊണ്ട് ചെയ്യിപ്പിച്ചു കാണും. പക്ഷെ ഇന്നലകളിൽ ഏതാണ്ട് മെത്തേഡുകൾ ദൈവം തന്നു എന്ന് പറഞ്ഞ് ആ മെത്തേഡിനെ ആരാധിക്കുന്നുവെങ്കിൽ അതിന്റെ പേരാണ് നെഗുഷ്ടാൻ. എന്നാൽ ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കട്ടെ. രണ്ട് കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. അതുകൊണ്ട് ഇന്നലത്തെ മെത്തേഡുകൾ പുറത്തു പോകട്ടെ, ഇന്നത്തെ മഹത്വം അകത്ത് വരട്ടെ. യെസ്, ഇന്നലത്തെ മെത്തേഡ് പുറത്തു പോകട്ടെ, ഇന്നിന്റെ മഹത്വം. മനസ്സിലാകുന്നു നിങ്ങൾക്ക്? ഇന്നലത്തെ മെത്തേഡുകൾ പുറത്തു പോകട്ടെ, ഇന്നിന്റെ മഹത്വം അകത്ത് വരട്ടെ. കേക്ക്, എന്റെ ഉണ്ട കണ്ണിൽ നോക്കി കേക്ക്. അങ്ങനെ ഇന്നിന്റെ മഹത്വം അകത്ത് വന്നാൽ അപ്പച്ചന്മാർ കണ്ടിട്ടില്ലാത്ത, അമ്മച്ചുമാർ കണ്ടിട്ടില്ലാത്ത വലിയ മഹത്വത്തിന്റെ മെത്തേഡുകൾ, മഹത്വത്തിന്റെ മെത്തേഡുകൾ ഇന്ന് തന്നെ ദൈവത്തിന് തന്നെ മാനിപ്പാൻ ആഗ്രഹമുണ്ട്. കരങ്ങളെ അടിച്ചു വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. രണ്ടുപേരെ തൊട്ട് വേഗത്തിൽ പറഞ്ഞോട്ടെ. പഴയതിൽ നിന്ന് പുറത്തു വരാം. പെട്ടെന്ന് പറഞ്ഞേ. പഴയതിൽ നിന്ന് പുറത്തു വരാം. പഴയതിൽ നിന്ന് പുറത്തു വരാം. പഴയതിൽ നിന്ന് പുറത്തു വാ. പഴയതിൽ നിന്ന് പുറത്തു വാ. പഴയതിൽ നിന്ന് പുറത്തു വന്ന് നിന്റെ കയ്യെ, നിന്റെ മനസ്സിനെ, നിന്റെ ഹൃദയത്തെ പഴയതിൽ നിന്ന് പുറത്തു വന്നാലേ പുതിയത് ദൈവത്തിന് നിന്നെ ഏൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. രണ്ട് കയ്യിൽ രണ്ട് പരിപാടി പിടിച്ചിട്ട് ഞാൻ നിന്ന എൻ്റെ ദൈവത്തിന് പുതിയതൊന്നും തരാൻ പറ്റത്തില്ല. ഒരു കയ്യിൽ കത്തോലിക്കയും മറ്റേ കയ്യിൽ പ്രൊട്ടസ്റ്റന്റും, ഒരേ കയ്യിൽ കത്തോലിക്കയും മറ്റേ കയ്യിൽ പ്രൊട്ടസ്റ്റന്റും. എന്നാൽ എൻ്റെ ദൈവം പറയും, പണ്ട് കാലത്ത് എവിടെയൊക്കെ ഞാൻ എവരെയോ ഉപയോഗിച്ചു, എൻ്റെ പൊന്നു സുരേഷേ, പണ്ടുള്ളവ നീ ഓർക്കണ്ട.
ഒരു അഞ്ചു പേരെ തൊട്ട് പറ, എറിഞ്ഞുകളാ, പഴയതല്ല എറിഞ്ഞുകളാ, പറ എറിഞ്ഞുകളാ, പഴയതല്ല എഴുതുകളാ. പഴയ പരിപാടി 1985, 1972, 1965, 1960, 1970, 1980. പണ്ടിങ്ങനെ കുലുങ്ങിയാ പ്രാർത്ഥിച്ചേ, പിന്നെ ആടിയാ പ്രാർത്ഥിച്ചേ, പിന്നെ ചാടിയാ പ്രാർത്ഥിച്ചേ. അന്ന് ആടിക്കാണും, പിന്നെ കുലുങ്ങിക്കാണും, ചാടിക്കാണും. യേശുവിന്റെ നാമത്തിൽ ആ നഹുഷ്ഠാനം എടുത്ത് പുറത്തുകളാ. യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ സാന്നിധ്യത്തെ കെടുത്തുന്ന സകല മതത്തിന്റെ കെട്ടുകൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. നീ ചാടിയോ കുലുങ്ങിയോ ആടിയോ, ഇൻ ജീസസ് നെയിം എല്ലാ ദിവസവും മണ്ണ് പുതിയതാത്രേ. യേശുവിന്റെ നാമത്തിൽ ഇന്നലകളിൽ പറയാത്ത അന്യഭാഷ, ഇന്നലകളിൽ പാടാത്ത പുതിയ പ്രൊഫറ്റിക് ട്യൂണ്, ഇന്നലകൾ അനുഭവിക്കാത്ത ദൈവത്തിന്റെ മഹത്വം, ഇന്നലകൾ കാണാത്തതായ ദൈവത്തിന്റെ കൃപയ്ക്കായി യേശുവിന്റെ നാമത്തിൽ പരിചയങ്ങളിൽ നിന്ന് ജനം പുറത്തു വരട്ടെ. ക്രൈസ്റ്റ് സെന്റർ പരിചയങ്ങളിൽ നിന്ന് പുറത്തു വാ. നിനക്കറിയാം എവിടെയാ കൈയടിക്കേണ്ടത്, നിനക്കറിയാം. Hallelujah. ഇത് സാധാരണ പാസ്റ്റർമാര് ഇത് പ്രസംഗിക്കത്തില്ല. കാരണം ഇത് മതത്തിനെതിരെയുള്ള വാളാണ്. യേശുവിനെ ക്രൂശിച്ചത് മതമാണ്. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, മതം എന്നെ ക്രൂശിക്കുന്നതിന് മുമ്പ് ഞാൻ മതത്തെ ക്രൂശിക്കണം. Hallelujah. മതം നിന്നെ ക്രൂശിക്കുന്നതിന് മുമ്പ് മതത്തെ നീ ക്രൂശിക്ക. നിന്റെ പരിചയങ്ങൾ നിൽക്കാതെ ഇന്നലകളിൽ നീ ആരാധിച്ചു കാണും. എന്നാൽ ആ ആരാധനകൾ നിൽക്കരുത്, ഇന്നലത്തെ പരിചയങ്ങൾ നിൽക്കരുത്. പരിചയങ്ങളല്ല നിന്നെ പഠിക്കുന്നത്, ദൈവത്തിന്റെ സാന്നിധ്യമാണ് നിന്നെ പഠിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ദാഹമുള്ളവർ ആരാധിക്കുക. ദാഹമുള്ളവർ സംതിങ് ന്യൂ. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞന്, പകരാൻ കഴിയത്തില്ല. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞന് പകരാൻ കഴിയത്തില്ല. യെസ് ലോർഡ്, ഈ തലമുറയിൽ ഞങ്ങൾ വീണ് കിടക്കുന്നു. ഈ തലമുറയിൽ കണ്ടേ പറ്റത്തുള്ളൂ. സംതിങ് ന്യൂ, എന്തോ പുതിയത്. ഹല്ലേലൂയ. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല. ഇന്ന് പകൽക്കാലം ഞങ്ങളെ പരിചയങ്ങളും ഇന്നലെ കാലങ്ങളിൽ ഞങ്ങളെ ഉപയോഗിച്ച പാരമ്പര്യങ്ങളും ഞങ്ങളെ മാറ്റിവെച്ച് ഇന്ന് പകൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. We expect something new. എന്തോ പുതിയത്, ഏതോ കഴിഞ്ഞ കാലത്ത് CSIയിൽ കാണാത്തത്, കത്തോലിക്കയിൽ പരിചയിക്കാത്തത്, സാൽവേഷൻ ആർമിയിൽ അനുഭവിക്കാത്തത്, പെന്തിക്കോസിൽ അതേ കറങ്ങി കിട്ടാത്തത്. In the name of Jesus. സൈന്യത്താലല്ല ശക്തിയാലല്ല. കമോൺ ജനം, വിളിച്ചു പറ, ദൈവത്തിന്റെ ആത്മാവിനോ. In Jesus name. പഴമകളിൽ നിന്ന് പുറത്തു വന്ന് പുതിയതിന്റെ സമയമായി യേശുവിന്റെ നാമത്തിൽ പ്രവചനാത്മാവിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. ഇത് ആർക്കോ ദൈവം തരുന്ന ലാസ്റ്റ് ചാൻസ് ആണ്. പഴമകളിൽ നിന്ന് പുറത്തു വാ. ഇത് പുതിയതിന്റെ സീസണാണ്. ആടിയ മൊമെന്റത്തെ ദൈവം മാറ്റുന്നു. ആടെ പ്രാർത്ഥനാ ജീവിതത്തെ ദൈവം
അപ്ഗ്രേഡ് ചെയ്യുകയാണ്. ഇതൊരു അപ്ഗ്രേഡേഷന്റെ പകലാകട്ടെ. അടുത്ത ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കയറുവാൻ, അപ്ഗ്രേഡേഷൻ നിന്റെ സിസ്റ്റത്തെ ദൈവം അപ്ഗ്രേഡ് ചെയ്യുന്ന പകലാകട്ടെ ഇത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അടുത്ത ലെവലിലേക്ക് നീ കയറുവാൻ, നിന്റെ വേഗത വർദ്ധിപ്പിപ്പാൻ, നിന്റെ തീഷ്ണത വർദ്ധിപ്പിപ്പാൻ, നിന്റെ മൂർച്ച വർദ്ധിപ്പിപ്പാൻ പഴയത് വിട്ടുകളാ. Hallelujah. 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 ആരും ഇരിക്കല്ലേ, ഞാൻ കണ്ടിരിക്കട്ടെ 2 മിനിറ്റ്. ഓ ഹല്ലേലൂയ. ഒത്തിരി കാര്യം എനിക്ക് പറയാനുണ്ട്. സ്തോത്രം. പഴയ വാതിൽ പരിശുദ്ധാത്മാവ് സ്തോത്രം അതേ പണിതു. പഴയ വാതിൽ പണിതു. ശോധനകളെ ജയിച്ചവൻ സ്തോത്രം അതേ സ്വർണ്ണ പണിക്കാരൻ പഴയ വാതിൽ പണിതു. ശോധനകളെ ജയിക്കുന്നവർ ഇതാ പഴയതിൽ നിന്ന് പുറത്തു വരികയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സ്തോത്രം അതേ നാട്യകേസല്ല, പെർഫ്യൂം മേക്കേഴ്സ്, തൈലക്കാരൻ പഴയ വാതിൽ പണിതു. മറ്റുള്ളവരുടെ ആശ്വാസം കെടുത്തി അപവാദം പറയുന്നവരല്ല, മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരുന്നവർ പഴയ വാതിൽ പണിതു. പഴയ പിതാക്കന്മാരുടെ നന്മ, മാതാക്കളെ നന്മ നിനക്ക് ചുമക്കാൻ കഴിയും. അവിടെ അനുഗ്രഹം നിനക്ക് ചുമക്കാൻ കഴിയും. പക്ഷേ പഴയതിൽ നിന്ന് പുറത്തു വന്നേ കേട്ടവർ ഹല്ലേലൂയ പറ. ഞാൻ നിർത്തി. സ്തോത്രം. There is a connection between old gate and cross. ക്രൂശും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശും സ്തോത്രം പഴയ വാതിലുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. നോക്കിയേ, സ്തോത്രം. ക്രൂശും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശും പഴയ വാതിലുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. നോക്കിയേ, പഴയ നിയമം എന്ത് നിങ്ങൾക്ക് പ്രസംഗിക്കാം, അത് ക്രൈസ്റ്റ് ഇല്ലെങ്കിൽ അതൊരു സ്റ്റോറി മാത്രമാണ്. പഴയ നിയമം ഏത് സംഭവം നിങ്ങൾക്ക് പ്രസംഗിക്കാം, ഏത് വ്യക്തിയെ കുറിച്ച് പ്രസംഗിക്കാം, പക്ഷേ അതിൽ ക്രൈസ്റ്റ് ഇല്ലെങ്കിൽ, സ്തോത്രം ക്രിസ്തു ഇല്ലെങ്കിൽ അത് സ്റ്റോറി മാത്രമാണ്. വളരെ ആത്മാർത്ഥമായി സ്തോത്രം. കഴിഞ്ഞ ആഴ്ച ദിവസം ഞാൻ കാത്തിരുന്നു. ഞാൻ പറഞ്ഞ കർത്താവേ, ഈ പഴയ വാതിലിൽ സ്തോത്രം എന്ത് ദൂതാവുള്ള പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. എബ്രായ ലേഖനം 13:12 എബ്രായർ 13:12 പറയുന്നു, പാളയത്തിന് പുറത്ത് യേശു കർത്താവ് കഷ്ടം അനുഭവിച്ചു. പാളയത്തിന് പുറത്ത് കർത്താവ് യേശു ക്രിസ്തു കഷ്ടം അനുഭവിച്ചു. നഗരവാതിന് പുറത്ത് കർത്താവ് കഷ്ടം അനുഭവിച്ചു. ഏത് നഗരം? ടോക്കിയോയോ, സിംഗപ്പൂരോ, ഒസാക്കയോ, ജോണസ്ബർഗോ, ദുബായോ, റിയാദോ, സ്തോത്രം ലോസ് ഏഞ്ചലസോ, ന്യൂയോർക്കോ, ഷാർലറ്റോ, ഏത് നഗരവാതിന് പുറത്താണ് കർത്താവ് കഷ്ടം അനുഭവിച്ചേ? പറ, ഏത് നഗരവാതിന് പുറത്ത്? പറ, ശബ്ദം ഉയർത്തി പറഞ്ഞേ. യെരൂശലേം നഗരവാതിന് പുറത്ത് കർത്താവ് കഷ്ടം അനുഭവിച്ചു. നഗരവാതിലകത്ത് യേശു പ്രവേശിച്ചു. ഏത് വാതിലൂടെ പ്രവേശിച്ചു? ആട്ടിൻ വാതിലൂടെ കർത്താവ് സ്തോത്രം പട്ടണത്തിനകത്തേക്ക് വന്നു. കഴുതപ്പുറത്ത് കയറി ആട്ടിൻ വാതിലൂടെ കർത്താവ് പട്ടണത്തിനകത്തേക്ക് വന്നു. ദൂത് ഇതാണ്. സ്തോത്രം. ആട്ടിൻ വാതിലൂടെ പട്ടണത്തിനകത്തേക്ക് വന്ന കർത്താവ് സ്തോത്രം അതെ യെരൂശലേം പട്ടണത്തിനകത്ത് കഷ്ടം അനുഭവിച്ചു. എന്നിട്ട് ക്രൂശും ചുമന്ന് പഴയ വാതിലൂടെ കർത്താവ് നഗരത്തിൻ്റെ പുറത്തേക്ക് പോയി. ഏത് വാതിലൂടെ? ക്രൂശും ചുമന്ന് മരിപ്പാനായി പഴയ വാതിലൂടെ യേശു പുറത്തേക്ക് പോയി. 2000 വർഷങ്ങൾക്ക് മുമ്പ് 2 കള്ളന്മാരോട് കൂടെ ആകാശത്തിനും ഭൂമിക്കും മധ്യേ യേശു കർത്താവ് തൂങ്ങി നിന്നത്, ക്രൂശിക്കപ്പെട്ടത് പഴയ വാതിലിന് സമീപത്താണ്. അർത്ഥം ദൂതിതാണ്, പഴയത് മുഴുവൻ ഇന്ന് പകൽ ക്രൂശിക്കപ്പെടട്ടെ. പഴയത് മുഴുവൻ ഇന്ന് പകൽക്കാലം ക്രൂശിക്കപ്പെടട്ടെ. പഴയ അനുഭവങ്ങൾ മുഴുവൻ ക്രൂശിക്കപ്പെടുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പുതിയത് നിന്റെ ജീവിതത്തിൽ ഉയർക്കുക തന്നെ ചെയ്യുക. കേട്ടവർ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയത് ക്രൂശിക്കപ്പെട്ടാൽ മാത്രമേ പുതിയതിന് ഉയർക്കുവാൻ കഴിയത്തുള്ളൂ. നഗരവാതിലൂടെ കർത്താവ് സ്തോത്രം ക്രൂശുമായി പഴയ വാതിലൂടെ കർത്താവ് പുറത്തേക്ക് പോയി. പഴയ വാതിലിന് പുറത്തു പോയി. പഴയ വാതിലിനരികിൽ കർത്താവ് യേശു ക്രിസ്തു സ്തോത്രം ക്രൂശിക്കപ്പെട്ടു. ഞാൻ ചോദിച്ച കർത്താവ്, അങ്ങ് പഴയ വാതിലൂടെ പുറത്തു വന്നത് എന്തിനു വേണ്ടിയാണ്? കർത്താവിനോട് പറഞ്ഞു, നീ ഒരു പുതിയ സൃഷ്ടിയാകുവാൻ. തീർന്നില്ല. നീ ഒരു പുതിയ സൃഷ്ടിയാകാൻ. ഓ, നിനക്കൊരു പുതിയ ഹൃദയമുണ്ടാകാൻ. നിങ്ങൾ കേട്ടില്ല? നിനക്കൊരു പുതിയ ഹൃദയമുണ്ടാകാൻ. ശബ്ദമുയർത്തി പറ, പുതിയ സൃഷ്ടി. യെസ്, പുതിയ ഹൃദയോ.
ക്രിസ്തു യേശുവിന്റെ കൃപയാൽ നീ ഒരു പുതിയ സൃഷ്ടിയാകാൻ, നിനക്കൊരു പുതിയ ഹൃദയമുണ്ടാകാൻ, തീർന്നില്ല, നിനക്ക് പുതിയൊരു ആത്മാവിനെ തരാൻ. ശബ്ദമുയർത്തി പറ, പുതിയ ആത്മാവ്. യെസ്, പുതിയ ആത്മാവിനെ നിനക്ക് തരാൻ. സ്തോത്രം. നിനക്ക് പുതിയൊരു നിയമത്തെ തരാൻ. ശബ്ദമുയർത്തി പറഞ്ഞേ, പുതിയ നിയമം. ഒരിക്കൽ കൂടെ പുതിയ നിയമം. നിന്റെ ജീവിതത്തിൽ പുതിയൊരു ഉടമ്പടിയെ ഉളവാക്കാൻ. ശബ്ദമുയർത്തി പറഞ്ഞേ, പുതിയ ഉടമ്പടി. കേട്ടില്ല, ഇത് ശക്തിയില്ല. പുതിയ ഉടമ്പടി. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുതിയ കൃപ നീ അനുഭവിപ്പാൻ. കരങ്ങളെ ചലിപ്പിച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച്. നിങ്ങൾ അല്പം എക്സൈറ്റഡ് അല്ലെന്ന് തോന്നുന്നു. സന്തോഷമുള്ളവർ കരങ്ങളെ ചലിപ്പിച്ച് പറ, പുതിയ കൃപ, പുതിയ കൃപ. ജീസസ് അറിയാമോ? പുതിയ ശക്തി, പുതിയ കൃപ. സ്തോത്രം. അറിയാമോ? ജീസൻ അത് അറിയത്തില്ല. നിങ്ങൾ എല്ലാവരും സ്തോത്രം, അതേ പഴയ കൃപ പാടുന്ന അതേ ജീസന് പുതിയ കൃപ പറഞ്ഞു കൊടുത്താട്ടെ. ഹല്ലേലൂയ. ജീസൻ അടുത്ത ആഴ്ച വന്ന് പാടണം, പുതിയ ശക്തി, പുതിയ കൃപ. എത്ര പേർ പറയും പുതിയ കൃപ? എല്ലാ ദിവസവും നീ പുതിയ കൃപ അനുഭവിപ്പാൻ യേശു പഴയ വാതിലൂടെ പുറത്തേക്ക് വന്ന് തീർന്നില്ല. സ്തോത്രം. നിന്റെ വായിൽ പുതിയൊരു പാട്ട് തരാൻ, പുതിയൊരു പാട്ട് എനിക്കു തന്ന്. ആ പുതിയ പാട്ട് നിന്റെ നാവിൽ ഉണ്ടാകാൻ അതേ കർത്താവ് യേശു ക്രിസ്തു പഴയ വാതിലൂടെ ക്രൂശുമായി പുറത്തേക്ക് വന്ന് നീ പുതിയ സൃഷ്ടിയാകാൻ, നിനക്കൊരു പുതിയ ഹൃദയം ഉണ്ടാകാൻ, പുതിയ ആത്മാവ് നിന്നിൽ പകരുവാൻ, പുതിയ നിയമം നിനക്ക് തരാൻ, പുതിയൊരു ഉടമ്പടി, പുതിയൊരു ദൈവിക ഉടമ്പടി ഉണ്ടാകാൻ. എല്ലാ ദിവസവും രാവിലെ കണ്ണു തുറക്കുമ്പോൾ ഇന്നലത്തെ കൃപയല്ല, കഴിഞ്ഞ മാസത്തിലെ കൃപയല്ല, എല്ലാ ദിവസവും പുതിയ കൃപ. യെസ് 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 യെസ്. പുതിയ കൃപ നീ അനുഭവിപ്പാൻ. ആരും പാടാത്ത പുതിയ പാട്ട് നീ പാടാൻ. ഒരു ദൂതനും പാടാത്ത, ഒരു ദൂതനും പാടാത്ത, ഞാൻ പറയുന്നത് ഒരു ദൂതനും പാടാത്ത പുതിയ പാട്ട് നിന്റെ ജീവിതത്തിൽ പാടാൻ കർത്താവ് യേശു ക്രിസ്തു പഴയ വാതിലൂടെ അവൻ പുറത്തു വന്ന്. സഹോദരി സഹോദരന്മാരെ, വൺ ഓഫ് ദീസ് ഡേയ്സ്, ഈ ദിവസങ്ങളിൽ പുതിയ പാട്ടും പുതിയ കൃപയും പുതിയ ഉടമ്പടിയും പുതിയ നിയമവും പുതിയ സ്തോത്രമാത്മാവും പുതിയ ഹൃദയവുമായി പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ തുടരത്തില്ല. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ കടന്നു വരുമ്പോ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും, ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരപ്പെടം. അങ്ങ് ദൂരെ ഈ കാണുന്ന സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെ കടന്ന് അങ്ങ് മീതെ ദൈവസന്നിധിയിൽ പോകുമ്പോൾ നിങ്ങൾ കാണും പുതിയ യെരൂശലേം. Come on, പുതിയ യെരൂശലേം. തീർന്നില്ല, പുതിയ ഭൂമി. ശബ്ദം ഉയർത്തി പറഞ്ഞേ, പുതിയ ഭൂമി. പിന്നെ പറഞ്ഞേ, പുതിയ ആകാശം. പുതിയ യെരൂശലേം, പുതിയ ഭൂമി, പുതിയ ആകാശം നിന്റെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നത് എങ്ങനെയെന്നറിയാമോ? പടികത്തിൽ നിന്ന് കർത്താവ് പുറത്തു വന്നത് കൊണ്ടാണ്. യേശു കർത്താവ് നിങ്ങൾ കേട്ടത് നോക്കേ. യേശു കർത്താവ്, കേൾക്കുന്നവർ കരങ്ങളൊന്ന് ചലിപ്പിച്ചേ. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു വല്ലവരുടെയും ക്രൂശല്ല, സ്വന്തം ക്രൂശും ചുമന്ന് ആ പഴയ വാതിലൂടെ പുറത്തു വന്നെങ്കിൽ ആരും മിണ്ടുന്നില്ല. കർത്താവേ സ്തോത്രം. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് സ്വന്തം ക്രൂശും ചുമന്ന് ആ പഴയ വാതിലൂടെ പുറത്തു വന്നെങ്കിൽ നിനക്ക് നിന്റെ കുരിശുണ്ടായിരിക്കുക, നിനക്ക് നിന്റെ കുരിശുണ്ടായിരിക്കുക. ഇന്ന് പകൽ നീ നിന്റെ സിംഹാസനമല്ല എടുക്കേണ്ടത്, നിന്റെ കിരീടമല്ല എടുക്കേണ്ടത്. നീ ക്രിസ്ത്യാനിയാണോ? നിനക്കൊരു കുരിശുണ്ട്. ഏതോ ന്യൂ ജനറേഷൻകാരെ എന്നെ തുറിച്ചു നോക്കുന്നു. നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്, കള്ളോപദേശം അവൻ പറഞ്ഞത്. എന്നാൽ ഈ പുസ്തകം പറയുന്നു, യേശു കർത്താവ് പറഞ്ഞത് നിന്റെ കസേരയെടുത്ത് എൻ്റെ പിന്നാലെ വരാനല്ല, സിംഹാസനം എടുത്ത് വരാനല്ല, തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തൻ്റെ കുരിശുമെടുത്ത്. കമാൺ കമാൺ, നിനക്ക് നിന്റെ കുരിശുണ്ട്. നാൾതോറും നിന്റെ കുരിശെടുത്ത് യേശുവിൻ്റെ പിന്നാലെ പോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് പകൽക്കാലം കർത്താവേ, ഞങ്ങൾ അങ്ങയോട് ഒരു കാര്യം പറയുന്നു. യേശുപ്പച്ച, ഒരു ഉപകാരം ചെയ്യോ അപ്പച്ച, ഒരു ഉപകാരം ചെയ്യോ കർത്താവേ, ഒരു ഉപകാരം ചെയ്യോ. എൻ്റെ മതത്തെ ഒന്നും ക്രൂശിച്ചു തരുമോ? ആരോ ഞെട്ടി. അടുത്ത ആഴ്ച എത്ര പേര് വരുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മതത്തെ, എൻ്റെ പരിചയത്തെ, ഞാൻ വിശ്വാസത്തിൽ വന്ന് 38 വർഷമായി, 42 വർഷമായി, 12 വർഷമായി, 6 വർഷമായി, 2.5 വർഷമായി. ഈ പരിചയങ്ങളെ മുഴുവൻ ക്രൂശിച്ച്
ഈ ആഴ്ച നിങ്ങൾക്കൊരു HW ഉണ്ട്, HW ഹോംവർക്ക്. ഈ ആഴ്ച നിങ്ങൾക്കൊരു HW തന്നുവിടുക. ഞാൻ നിർത്തി, 1 മിനിറ്റ്. HW തന്നുവിടുക. കർത്താവ്, എൻ്റെ പരിചയത്തെ ഒരിക്കലും ഉയർക്കാത്ത രീതിയിൽ നീ ഒന്ന് ക്രൂശിച്ച് തരണേ. അപ്പച്ച ഒരു ഉപകാരം ചെയ്യണം അപ്പച്ച. ഞാൻ ചോദിക്കുന്ന അമേരിക്കൻ വിസയല്ല, അതെ സ്തോത്രം. ഞാൻ ചോദിക്കുന്ന കൊളംബോ വഴി ന്യൂസിലാൻഡ് എങ്ങനെ പോകാമെന്നല്ല. ഞാൻ ചോദിക്കുന്ന തൂത്തുക്കുടി വഴി എങ്ങനെ ലണ്ടനിൽ ചാടാമെന്നല്ല. ഞാൻ പറയുന്ന കർത്താവ്, എൻ്റെ ലൈഫ് നന്നാകണമെങ്കിൽ, സ്തോത്രം പറ, എന്നോട് ഇത്രയും വിരോധമുണ്ടോ? എൻ്റെ ലൈഫ് നന്നാകണമെങ്കിൽ എനിക്ക് വേണ്ടിയത് വിസയല്ല, എനിക്ക് വേണ്ടത് മറ്റേ ജോർജ് വാഷിങ്ടൺ പടമുള്ള ഡോളറല്ല, എനിക്ക് വേണ്ടിയത് ഗാന്ധിയുടെ തലയിരിക്കുന്ന നോട്ടല്ല, എനിക്ക് വേണ്ടിയത് പരിശുദ്ധാത്മാവാണ്. പക്ഷെ ജഡം ക്രൂശിക്കപ്പെടാതെ, ലോകം ക്രൂശിക്കപ്പെടാതെ, ന്യായപ്രമാണം ക്രൂശിക്കപ്പെടാതെ ഈ പരിശുദ്ധാത്മാവ് എന്നിൽ ഉയർക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എൻ്റെ പഴമകളിൽ നിന്ന് ആ പഴയ വാതിലിൽ എൻ്റെ കുരിശു എടുത്ത് ഞാൻ പുറത്തു വരികയാണ്. എൻ്റെ ലൈഫിൽ കർത്താവ് തന്ന ഒരു കുരിശുണ്ട്. ഒരുപക്ഷെ നിൻ്റെ രോഗിയായ കുട്ടിയായിരിക്കാം നിൻ്റെ കുരിശ്, അല്ലെങ്കിൽ വീട്ടിലെ മക്കളെ നോക്കിയ വീട്ടിലെ സാഹചര്യമായിരിക്കാം നിൻ്റെ കുരിശ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പൻ്റെ ആബ്സെൻസ് ആയിരിക്കാം നിൻ്റെ കുരിശ്, അല്ലെങ്കിൽ അമ്മയുടെ മറ്റെന്തെങ്കിലും ആയിരിക്കാം നിൻ്റെ കുരിശ്. എന്തോ ഒരു കുരിശ് നിനക്കുണ്ട്. ഐ ഡോണ്ട് നോ. ഞാൻ ഇത് പറയുമ്പോൾ എന്തിനാണ് നിങ്ങളെ കണ്ണ് നിറയുന്നേ, ഹൃദയം തകരുന്നേ? അപ്പോൾ അത് കാണുമ്പോൾ എനിക്കറിയാം നിൻ്റെ തോളത്തിരിക്കുന്ന കസേരയല്ല ഒരു കുരിശാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചുള്ളതേ ദൈവം നിൻ്റെ തോളത്ത് തരത്തുള്ളത്. അയ്യോ എത്ര കഠിനം, അവർക്കില്ലാത്തത് എനിക്കുണ്ട് എന്ന് നീ പറയുന്നെങ്കിൽ അവരെക്കാളും നിനക്ക് നീ ബലമുള്ള ആളാണ്. അവരെക്കാളും നിനക്ക് സ്ട്രെങ്ത് ഉണ്ട് കുട്ടി, അവരെക്കാളും നിനക്ക് ബലമുണ്ട്. അതുകൊണ്ടാണ് അവർക്കാർക്കും ഇല്ലാത്തത് ദൈവം നിനക്ക് തന്നത്. പക്ഷെ നമ്മുടെ പോയിന്റ് ഇതാണ് ഇന്ന് പകൽക്കാലം, എൻ്റെ പഴയത് മുഴുവൻ സ്തോത്രം അതേ ക്രൂശിക്കപ്പെടട്ടെ. എൻ്റെ പഴയ ഫ്രണ്ട്സ്, പഴയ അസോസിയേഷൻ, പഴയ പരിപാടികൾ മുഴുവൻ ക്രൂശിക്കപ്പെടുന്നെങ്കിൽ അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നാരൊക്കെയോ പറയുന്നുവെങ്കിൽ 4ാമത് പറയുന്നത് നിന്റെ പേരായിരിക്കും. 3 അവരെ പേര് പറയട്ടെ, 4ാമത് അവർ കോട്ട് ചെയ്യുന്നത് നിന്റെ പേരായിരിക്കും. യെസ് 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 നിന്റെ പേരാണ്, നിന്റെ പേരായിരിക്കും. നിനക്ക് വേണ്ടി ചെയ്തെങ്കിൽ, നിന്റെ വീടിന് വേണ്ടി ചെയ്തെങ്കിൽ എന്ന് പറഞ്ഞ ദൈവം നിന്നെ നടത്താൻ പോകുന്ന എത്ര പേര് അനുഗ്രഹിക്കപ്പെട്ടു. റിയലി പഴയ വാതിൽ, സ്തോത്രം, പഴയ വാതിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കണ്ണുകൾ അടച്ച് 2 കരങ്ങളെ ഉയർത്തിക്കുക. കണ്ണുനീരോടെ പറ, എൻ്റെ പഴയതിൽ ഞാൻ പുറത്തു വരുന്നു, എൻ്റെ പഴയതിൽ ഞാൻ പുറത്തു വരുന്നു, എൻ്റെ പഴയതിൽ ഞാൻ പുറത്തു വരുന്നു. കമോൺ, ശബ്ദം ഉയർത്തി എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പാ, ഒത്തിരി പുതിയതുണ്ട്. ഞാൻ കുണ്ട് കിണറ്റിലെ തവള പോലെ എനിക്ക് അല്പേ അറിയത്തുള്ളൂ, കുറച്ചേ അറിയത്തുള്ളൂ. ഇമ്മിണി ചില തുള്ളിയെ എനിക്കറിയത്തുള്ളൂ. ഞാൻ അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളത് അധികം, ഞാൻ പ്രാപിച്ചതിനേക്കാൾ പ്രാപിക്കാനുള്ളത് അധികം, എനിക്ക് ലഭിച്ചതിനേക്കാൾ ലഭിക്കാനുള്ളത് അധികം. കമോൺ, ദാഹത്തോടെ പ്രാർത്ഥിക്കുക മക്കളെ. 2 മിനിറ്റ് പ്രാർത്ഥിച്ച് എല്ലാ കുഞ്ഞുങ്ങളെ കണ്ണുകളെ നിർബന്ധമായി അടച്ച് പ്രാർത്ഥിക്കുക. ക്ലോസ് യുവർ ഐസ് ആൻഡ് പ്രേ. യെസ് യെസ് ഇന്ന് ക്രൂശിക്കപ്പെടണം. യെസ് ഈ പ്രാർത്ഥന ഒരു ക്രൂശീകരണമാകട്ടെ. യെസ്, എൻ്റെ പഴമകൾ, എൻ്റെ സക്സസ്സുകൾ ഇതെല്ലാം ക്രൂശിക്കപ്പെടട്ടെ. എൻ്റെ സക്സസ്സുകൾ ഒരു പ്ലാറ്റ്ഫോമിൽ പോലും ജീസനെ നമ്മൾ തലകുനിയാൻ പറ്റി അനുവദിച്ചില്ല. ഒരു സെഷൻ പോലും തലകുനിയാൻ കർത്താവ് അനുവദിച്ചില്ല. പക്ഷേ ഇന്ന് പകൽ നമ്മൾ പറയുന്നു, ഇല്ല കർത്താവ്, ഇനിയുണ്ട് പെർഫോമൻസ് അല്ലപ്പാ, ഇനിയുണ്ട്. അങ്ങ് വെളിപ്പെടണമേ. എല്ലാ പരിചയങ്ങളും ക്രൂശിക്കപ്പെടട്ടെ. കരങ്ങളെ ഉയർത്തി